ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മനോജ് സാറാണ് നമുക്ക് ക്ലാസ് തരുന്നത്. ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന മനോജ് സാറാണ്. ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഗീത സുരേഷ്. ഞാൻ ആലുവ എടത്തല പഞ്ചായത്തിൽ താമസിക്കുന്നത്. എനിക്ക് ഈശ്വരന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് എന്നിലേക്ക് എത്തിച്ചത് കളമശ്ശേരി എറണാകുളം യൂനിസ് ബൈ ആണ്. അതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്ന എല്ലാവർക്കും, അതായത് നമ്മുടെ ലീഡേഴ്സിന് എല്ലാവർക്കും നന്ദി പറയുന്നു. മനോജ് സാറിനെ, മനോജ് സാറിനെ കുറിച്ച് ഞാൻ എന്താ പറയാ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് മനോജ് സാറ്. മനോജ് സാറ് നമ്മുടെയൊക്കെ ഒരു തേരാളിയാണ്. 10 മാസം കൊണ്ട് 1 കോടി രൂപ, അതുപോലെ തന്നെ 3.5 വർഷം കൊണ്ട് 3.5 കോടിക്ക് മേലെ. നമുക്ക് എപ്പോഴും അദ്ദേഹത്തിന്റെ പാത പിന്തുടരാം എല്ലാവർക്കും. കാരണം നമുക്ക് എനർജി, എന്നും രാവിലെ എനർജി, നമുക്ക് 10 പേരെ കാണാനും സംസാരിക്കാനുമുള്ള ഒരു ഊർജം തരുന്ന നമ്മുടെ എല്ലാം മനസ്സാറിനെ എന്താ പറയണ്ടേ എനിക്കറിയില്ല, തേരാളി, നമ്മുടെ ഈ സോമിലുള്ള എല്ലാവരുടെയും ഒരു തേരാളിയാണ് അദ്ദേഹം. നമ്മളെ നേരം വെളുത്ത് കഴിഞ്ഞ എന്നും ഇന്ന് പോവണ്ട, വർക്കിനിറങ്ങണ്ട എന്ന് വിചാരിച്ചാല് ഒരിക്കൽ പോലും നമുക്ക് അതിന് സാധിക്കില്ല. കാരണം സാറിന്റെ ഓരോ വാക്കുകളും. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ പാത പിന്തുടരാം. നമുക്ക് ഓരോരുത്തർക്കും സാറ് പറഞ്ഞ പോലെ, സാറ് എപ്പോഴും പറയുന്നത് 100 കോടിയിലേക്ക് എത്താനാണ് സാറിന്റെ ആഗ്രഹം. സാറിന് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ സൂമിലിരിക്കുന്ന ഓരോരുത്തർക്കും ഊർജം പകർന്നു തരുന്ന നമ്മുടെ തേരാളിയായ മനോജ് സാറിനെ സന്തോഷത്തോടും ആദരവോടും കൂടി ഞാൻ ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗീത മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുക. ഇന്ന് സെപ്റ്റംബർ 1, പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സാധിച്ചിട്ടുണ്ട്. പുതിയ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ബയോട്ടോറിയം സെക്കൻഡ് ലെവലിൽ അടിപൊളിയായിട്ട് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ മുന്നേറുന്ന കാഴ്ചകളാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റിയത്. പല സ്ഥലങ്ങളിലും ടീം മീറ്റിങ്ങുകളും ഹോം മീറ്റിങ്ങുകളും 1-to-1 അതുപോലെ തന്നെ BOPയും ട്രെയിനിങ്ങുകളും ലീഡേഴ്സ് മീറ്റും ഒക്കെ നടക്കുകയാണ്. ഓരോരോ ടീമിന്റെ പ്രോഗ്രാംസ് ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ട്. കോമൺ ആയിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ബയോട്ടോറിയത്തിലേക്ക് കടന്നു വന്നത്. ബയോട്ടോറിയത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ പ്രതീക്ഷകളും നശിച്ച ഒരവസ്ഥത്തിലാണ് നമ്മൾ കടന്നു വന്നത്. കാരണം കൊറോണ താണ്ഡവമാടിപ്പോയ ഈ മണ്ണില് 100 കുടുംബങ്ങളില്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ, 10,000കണക്കിന് കുടുംബങ്ങളിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസരത്തിൽ സാമ്പത്തികമായും ആരോഗ്യപരമായും മുന്നോട്ട് നീങ്ങാനുള്ള വലിയ പ്രയാസം അനുഭവപ്പെട്ട് എല്ലാ കച്ചവടക്കാരും സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയപ്പോ ഇന്ന് നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാം കടകൾ പലതും അടഞ്ഞു കിടക്കുകയാണ്, പലതും പൂട്ടിപ്പോയിരിക്കും. വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, പലതും അല്ലെങ്കിൽ റെന്റിന് വെച്ചിരിക്കുകയാണ്. ഇതെപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കുഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇനി എന്താണ് വഴി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത മനസ്സിലാക്കി അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാം തകർന്ന ഒരാൾക്കും ജീവിതത്തിൽ വിജയിക്കണം ഒരാഗ്രഹം മാത്രം ഉണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. എനിക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രം മതി. ഇവിടെ നിങ്ങൾ സാമ്പത്തികമായിട്ട് 0 അല്ല, 00 അല്ല, മൈനസിലാണെങ്കിൽ പോലും വലിയ ഉന്നത വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന വേൾഡ് അംഗീകരിച്ച, ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച
പ്രൂവ് ചെയ്ത, ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും പ്രൂവ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രതീക്ഷകൾക്ക് യാതൊരു കുറവും വേണ്ട. പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സ്വപ്നമുള്ളവർക്ക് അത് കാണാനും യാഥാർത്ഥ്യമാക്കാനും പറ്റും. നിങ്ങൾക്കൊരു സ്വപ്നം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാൻ വേണ്ടി സാധിക്കുക? ഇല്ലേ? അതുകൊണ്ട് സ്വപ്നം കാണുക, സ്വപ്നം കാണിച്ചു കൊടുക്കുക. നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്കും വലിയ വലിയ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ഗീതാമ്മയുടെ അവസാനം പറഞ്ഞ വാക്ക് ഞാൻ എടുത്തത്, 100 കോടിയാണ് മനോജ് സാറ് കാണുന്നത്. ഞാൻ 100 കോടി കാണുമ്പോ ആ ഒരു സ്വപ്നം നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരുമ്പോ നിങ്ങൾക്കും അതിനേക്കാൾ അതിമനോഹരമായ എനിക്കും 1000 കോടി കാണണം അല്ലെ എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ 100ൽ അവിടെ തളച്ചു നിർത്താനൊന്നും പോകുന്നില്ല കേട്ടാ. അപ്പോ ആ രീതിയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് സ്വയമായിട്ട് വലിയൊരു പ്രതീക്ഷകൾ ഉണ്ടാകണം, വലിയ വലിയ പ്ലാനിങ്ങുകൾ ഉണ്ടാകണം, വലിയ വലിയ ഗോളുകൾ ഉണ്ടാകണം. അത് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്തായി മാറുന്നത്, ബിഗ് അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് മാത്രമേ ഇനി ഒരു സാധാരണക്കാരന് വിജയിക്കാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിലല്ല ലോകത്തുള്ളൂ എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാലം എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് ചോദിച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ഉണ്ടായിരുന്നു, ഇത്രയും കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത? ഇല്ല, അന്ന് വന്ന പല കമ്പനികളും ഇന്ന് നിലനിൽക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ മേഖല ആകെ ശരിയല്ല, ഇത് മുഴുവൻ തട്ടിപ്പാണ്, ഇത് എത്ര കാലം ഉണ്ടാകും അല്ലെ, ഇത് എന്ത് ചെയ്യുമ്പോൾ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ജോലിയൊന്നും ആരും ഉപേക്ഷിക്കണ്ട, ഇതൊക്കെ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അല്ലെ. നിങ്ങളോട് തന്നെ പറയുന്നത് ഇതെല്ലാം ഒരു സൈഡ് ബിസിനസ് പോലെ നിർത്തിയാൽ മതി കേട്ടോ, വേറെ പരിപാടി കച്ചവടം നിർത്തിക്കണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇതൊരു സൈഡ് ബിസിനസ് ആണോ, ഇതൊരു ഫുൾ ടൈം ബിസിനസ് ആണോ, ഇതൊരു പാർട്ട് ടൈം ബിസിനസ് ആണോ, ഇതിൽ എങ്ങനെ വിജയിക്കാം, ഇതിൽ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ നമുക്ക് പഠിക്കണം, എന്തെല്ലാം രീതിയിലുള്ള നോളജ് നമുക്ക് ഉണ്ടാവണം, വ്യക്തമായ ഒരു നമുക്ക് ഓരോരുത്തർക്കും. ഞാൻ പറഞ്ഞു വന്നത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ലീഗാലിറ്റിയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന മേഖലയെ കുറിച്ച് നമുക്കത് നിയമപരമാണോ എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. തികച്ചും 100% ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാകണം, നിങ്ങളുടെ ടീമിലേക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടെ നിന്നാണ് നമ്മുടെ ബിസിനസ് തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ബിസിനസ്സിലേക്ക് എത്തില്ല. ഇത് എന്തൊക്കെയോ ചെയ്യുന്ന, എന്തൊക്കെയോ അസുഖം മാറ്റാനുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരനായിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ, ഒരു സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കില്ല. വിൽപ്പനക്കാരിൽ നിന്ന് നിങ്ങൾ എന്തായിട്ട് മാറണം, ബിസിനസ്സുകാരനായിട്ട് മാറും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? സെയിൽസ്മാനിൽ നിന്ന് ആ ഒരു മൈൻഡിൽ നിന്ന്, ഒരു കച്ചവടക്കാരൻ എന്നുള്ള മൈൻഡിൽ നിന്ന് നിങ്ങൾ ആരായിട്ട് മാറണം, ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിലേക്ക് മാറണം, ഒരു ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. സെയിൽസ് എത്ര വേണമെങ്കിൽ നടത്താൻ പറ്റും, സെയിൽസ് നടത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ലിമിറ്റിലുള്ള കച്ചവടം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ലിമിറ്റഡ് ഇൻകം മാത്രമേ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻകം അല്ല, പിന്നെന്താണ്, അൺലിമിറ്റഡ് ഇൻകം ആണ് അല്ലെ. നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റഡ് ഇൻകം കിട്ടും. നമ്മൾ വന്നു കഴിഞ്ഞു അതിന്റെ പ്ലാറ്റ്ഫോമിൽ ശരിയായ രീതിയിൽ ഇത് പഠിച്ച് മുന്നോട്ട്, അതാണ് എന്ന് പറയുന്നത്. എത്രയോ പേര് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇപ്പൊ ഒന്നും കൂടി കേന്ദ്ര ഗവൺമെന്റ്, പാർലമെന്റിലും സംസ്ഥാനങ്ങളിലും അതിനാദ്യമായിട്ട് തന്നെ മോണിറ്ററിംഗ് മെക്കാനിസവും ഒരു ഡയറക്ട് സെല്ലിംഗ് എങ്ങനെയായിരിക്കണം, ഏതെല്ലാം ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പ്രവർത്തിക്കണം എന്നതായ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് നമ്മുടെ കേരളമാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, കേരളം കൊണ്ടുവന്ന ഈ ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും അത് പരിശോധിച്ചുകൊണ്ടാണ് ഇതിന്റെ നിയമ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് മലയാളി എന്നുള്ള നിലയിൽ, കേരളീയ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന മേഖല ഭാവിയിലെ കുട്ടികൾ പോലും പഠിച്ചു വളരുന്ന ഏതൊരു സാധാരണക്കാരന്റെ കുട്ടികളും, ഏതൊരു കൂലിപ്പണിക്കാരന്റെ കുട്ടികളും, അതേപോലെ തന്നെ ഏതൊരു ബിസിനസ്മാന്റെ കുട്ടികളും, ഏതൊരു സെലിബ്രിറ്റിയുടെ കുട്ടികളും
ഏതൊരു വമ്പൻ ബിസിനസ്സുകാരന്റെ കുട്ടികളും ഭാവിയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന, ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന, അവർ വരാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രി എന്താണെന്നുള്ള ഒരു കൃത്യമായ ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആവേശം ഉണ്ടാകുള്ളൂ. ഉള്ളിൽ നിന്നൊരു തീ വേണം അല്ലെ? ആ ഉള്ളിൽ നിന്നുള്ള തീയാണ് നമ്മളെ ജ്വലിപ്പിക്കുന്നതും അല്ലെ, നമുക്ക് ആവേശം നൽകുന്നതും, നമുക്ക് പ്രതീക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നതും, നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നതും നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീയാണ്. അതില്ലെങ്കിൽ അതെല്ലാം തീർന്നു. അത് കിട്ടുന്നത് എങ്ങനെയാണ്? അത് കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ നമുക്ക് വേണ്ടുന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് ടീമിന് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവരെ ചേർത്ത് പിടിക്കണം. അപ്പോൾ മാത്രമേ അവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് കുറെ 4 പ്രൊഡക്റ്റ് വിൽക്കാൻ നടക്കാൻ, ഷുഗർ മാറും, കൊളസ്ട്രോൾ മാറും, ലാട വൈദ്യനെ പോലെ നിങ്ങൾ ആകരുത്. അതുകൊണ്ട് പ്രൊഡക്റ്റ് പറയേണ്ടതെന്നോ പഠിപ്പിക്കേണ്ടതെന്നല്ല പറഞ്ഞതിനർത്ഥം. പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഭാവിയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് മനസ്സിലായി. അതില് കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ? നിരവധി കമ്പനികൾ സ്വാഭാവികമായിട്ടും വരും. അപ്പൊ അതിൽ സെലക്ട് ചെയ്യുന്ന കമ്പനികൾ ഏതാണോ അതിനനുസരിച്ചാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചാണ് നിങ്ങളെ വിജയം ഇരിക്കുന്നത് അല്ലെ? ചിലപ്പോൾ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ആ തെറ്റായ തീരുമാനം നമ്മൾ പരാജയത്തിലേക്ക് നയിക്കും. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ അതിന് പഠിച്ച കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി. അന്ന് വിചാരിക്കും, ഇപ്പൊ നമ്മൾ വിചാരിക്കും അന്ന് ചെയ്ത തെറ്റായ കാര്യം കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പൊ നമ്മളെ തീരുമാനങ്ങളാണ് നമ്മളെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നിരവധി കമ്പനികളുണ്ട്. കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കമ്പനിയുടെ പ്രൊഫൈൽ നോക്കണം. നിങ്ങളെ അന്വേഷിച്ച് പുതിയ ആളുകൾ പുതിയ കമ്പനികളായിട്ട് വരും. വരുമ്പോൾ നിങ്ങൾ ആ കമ്പനിയുടെ പ്രൊഫൈൽ ആദ്യം പഠിക്കണം. ഇനിയും വരും, കുറെ കമ്പനികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. കാരണം ഇന്ത്യ ഇത് ഓപ്പൺ മേഖലയായി മാറിയിരിക്കുന്നു. ലീഗലായിട്ടുള്ള അംഗീകരിച്ച ഒരു ഇൻഡസ്ട്രി ആയിരിക്കുന്നു ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ന് താമസിക്കുന്നത് അല്ലെ? ചൈനയ്ക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഇനിയും കമ്പനികൾ വരും. അപ്പൊ വരുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് കമ്പനിയുടെ പ്രൊഫൈലാണ് പഠിക്കേണ്ടത്. ഇത് തട്ടിക്കൂട്ടിയ കമ്പനികളാണോ? ഇതിന്റെ ബാക്ക് ബോൺ എന്തൊക്കെയാണ്? ആരാണ് ഇതിന്റെ CMD? എന്താണ് ഇതിന്റെ ചരിത്രം? ഇതെല്ലാം പഠിക്കണം. ബയോടൂറിസത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിരുന്നില്ല. ഇത് ട്രഡീഷണൽ ബിസിനസ് ചെയ്ത് 2008 മുതൽ ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി. അദ്ദേഹത്തിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. കാരണം നിരവധി സോഫ്റ്റ്വെയർ ചെയ്തു കൊടുത്തത് കൂടുതലും ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കാണ്. അങ്ങനെയാണ് അദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് വളരെ അത്യന്താപേക്ഷിതമായ പ്രൊഡക്റ്റാണ്. ഇത്രയും മിറാക്കിൾ റിസൾട്ട് നൽകുന്ന പ്രൊഡക്റ്റ് ലോകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ മരിച്ചു, കണ്ടില്ലേ നിങ്ങൾ? ഡോക്ടർക്ക് പോലും തന്റെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സൈഡ് എഫക്ട് ഓഫ് കൊറോണ അല്ലെ? കൊറോണയുടെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തെല്ലാം സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. കൊറോണ വാക്സിൻ എടുത്ത ആളുകൾക്ക് ബ്ലഡ് കോട്ടാകാനുള്ള ടെൻഡൻസി കൂടി വരുന്നത് സത്യമാണത്. ഇത് പലർക്കും അറിയില്ല. എന്താ അതിന് പ്രതിവിധി? ഒന്നുമില്ല, കുഴഞ്ഞു വീഴും, ഇത്രേ ഉള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തും, രക്ഷപ്പെട്ടു. അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് ഉപയോഗിച്ച് ഉറപ്പിച്ച് നമുക്ക് പറയാം ഇത് ഉപയോഗിച്ചാൽ അസുഖം വരില്ല. അസുഖങ്ങളൊക്കെ വരില്ല എന്നല്ല പറയണത്. പക്ഷെ അതിനൊരു പ്രൊട്ടക്ഷൻ എത്രയോ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വലിയൊരു മേജർ അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പലർക്കും അല്ലെ? വലിയ അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. കൃത്യമായിട്ട് ഉപയോഗിക്കുക. അത്രയും മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സാഗർ സാർ തന്നിരിക്കുക. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വേൾഡ് വൈഡ്, ലോകം മുഴുവൻ അത്യന്താപേക്ഷിതമായ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപാരമായ റിസൾട്ടാണ് ഇതിനുള്ളത്. എന്തെല്ലാം റിസൾട്ടുകളാണ് ഇന്നലെ രാവിലേക്ക് ആളുകൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രൊഡക്റ്റ് നല്ല തന്നെയാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായമായ എന്ത് കൊടുക്കണം? പ്രതിഫലം കിട്ടണം. അതിനനുസരിച്ച് ഒരു പ്ലാനും കൂടി അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തതാണ് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, പക്ഷെ പ്ലാൻ കൊള്ളില്ലെങ്കിൽ ആരും ഇത് ഏറ്റെടുക്കില്ല. ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. ഞാൻ പറഞ്ഞു ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ്സിലെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. നമ്മളെല്ലാവരും സേവനം ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാ, ചാരിറ്റി പ്രവർത്തനം വേണ്ടി ചെയ്യാൻ താല്പര്യമുള്ളവരാ. പക്ഷെ നമ്മൾ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അക്കൗണ്ടിലേക്ക് പണവും കൂടെ വന്നാലോ? ഇപ്പൊ കൂടുതൽ താല്പര്യത്തോടെ ചെയ്യും നമ്മൾ അല്ലെ? വീണ്ടും പണം വന്നാലോ? കൂടുതൽ താല്പര്യത്തോടെ അല്ലെ? 100% ഡെഡിക്കേറ്റ് ചെയ്ത് 24/7/365 days നമുക്ക് ചാരിറ്റി ചെയ്യാം. വരുമാനം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ചാരിറ്റിയുടെ അളവ് കുറയും. നമുക്ക് കൊടുക്കാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റില്ല. നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ മിറാക്കിൾ പ്രൊഡക്റ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും
എക്സ്പീരിയൻസ് ഉള്ള ഒരു CMDയും നല്ലൊരു ഇൻകം പ്ലാൻ, അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് വരെയും ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആരും കൊടുക്കാത്ത രീതിയിലുള്ള ഇൻകമാണ് നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. അതാണ് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻകം പ്ലാനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ഇൻകം ഉണ്ട് അല്ലെ. പഴയ കാലത്തൊക്കെ വന്നപ്പോൾ ആദ്യം സൺഫ്ലവർ ഇൻകം ആയിരുന്നു. നമ്മൾ കൊണ്ടുവരുന്നവരെയൊക്കെ നമ്മുടെ ഡയറക്റ്റ് സൂര്യൻ നമ്മൾ ഇങ്ങനെ ചിത്രം വരക്കാറില്ല കൊണ്ട് അതുപോലെ ഇല്ലേ, നമ്മുടെ ഡയറക്റ്റ് തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുക. മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പും ഉണ്ടാവില്ല. അതാണ് സൺഫ്ലവർ പ്ലാൻ എന്ന് പറയുന്നത്. പല കമ്പനികൾ അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ടീമിനെ ചേർത്ത് പിടിച്ച് വിജയിക്കാൻ കുറച്ച് ടഫാണ്. രണ്ടാമത്തെ പ്ലാനാണ് ബൈനറി പ്ലാൻ എന്ന് പറഞ്ഞാൽ 2 ചാനലിലൂടെ മാത്രം ബിസിനസ് പോയാൽ മതി. എത്ര പേര് 3ഉം 4ഉം പേര് വന്നാൽ ഈ രണ്ടാമത് വന്ന ആളുകളുടെ താഴത്തേക്ക് അവരുടെ ഡൗണിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് അസോസിയേറ്റ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഒരു 2 പേര് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുള്ളൂ. 3ഉം 4ഉം 5 പേരെയും വേണ്ട. അപ്പൊ നമ്മുടെ പ്ലാൻ, ഞാൻ ഇങ്ങനെ പറയുന്നത് പുതിയ ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അപ്പോ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് വെറും 2 ചാനലിലൂടെ മാത്രം പോകുന്ന പ്ലാൻ. 3ാമതും 4ാമതും 5ാമതും 15ാമതും ആളുകളെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുകയാണെങ്കിൽ കൂടെ വന്ന അസോസിയേറ്റ്സിന് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് കരോർപതിയെ സൃഷ്ടിച്ച, കോടീശ്വരന്മാരെ സൃഷ്ടിച്ച പ്ലാനാണ് നമ്മളെ കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ബൈനറി പ്ലാൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഹൈബ്രിഡ് ബൈനറിയാണ്. അതായത് ഒരു ബൈനറിയിലൂടെ തന്നെ എല്ലാ വരുമാനവും കിട്ടുന്നുള്ളതാണ്. പഴയ കാലത്ത് ഒരു ബൈനറിയിലൂടെ 1ഓ 2ഓ വരുമാനം കിട്ടുള്ളൂ അല്ലെ. ഇവിടെ ഇപ്പൊ നമുക്ക് 8 ടൈപ്സ് വരുമാനമുണ്ട് ബൈനറിയിലൂടെ കിട്ടുന്നത് അല്ലെ. എന്തൊക്കെ വരുമാനങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് 1 മിനിറ്റ് ക്ഷമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി അത് നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, 1 മിനിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ബിസിനസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. ഞാൻ 2 ആളെ ജോയിൻ ചെയ്യിപ്പിച്ചു, 2 ആളെ ചേർത്തു എന്ന് പറയല്ലേ പ്ലീസ്. നമ്മൾ പറഞ്ഞിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, നിനക്ക് ആ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടോ, എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഒരു ബിസിനസ് ഓണേഴ്സ് ആണ് നിങ്ങൾ എല്ലാവരും. അതായത് നിങ്ങളൊരു സെയിൽസ്മാൻ അല്ല, നിങ്ങളൊരു ബിസിനസ് ഓണേഴ്സ് ആയിട്ട് വേണം, ഒരു എന്റർപ്രണർ ആയിട്ട് വേണം നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കാനും നിങ്ങൾ സംസാരിക്കാനും ഇത് ഏറ്റെടുക്കാനും. എന്നാലാണ് വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ ഇതിലത്തെ പ്രോഫിറ്റ് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്, പ്രൊഡക്റ്റ് റിസൾട്ട് എന്നല്ല. ഇതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. ഈ പ്ലാൻ പഠിക്കാതെ നിങ്ങൾക്ക് വരുമാനം വലിയ തോതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് വരുമാനം അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും, കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആയി പോകും. നിങ്ങൾ തന്നെ മാനസികമായി തകരുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറും. അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കടക്കണിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിലേക്ക് ഞാൻ പോകുന്നില്ല അല്ലെ. 65% കൂടുതൽ ആളും ദാരിദ്ര്യത്തിലാണ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ പേഴ്സ് ഒന്ന് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും അതിനകത്ത് എത്ര രൂപയുണ്ടെന്നുള്ളത് അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ എത്ര രൂപയുണ്ടെന്ന് ഇപ്പോഴും നല്ല കൂടെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നവരും തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയേ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ ഇപ്പോഴും EMI അടക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്രൂവൺ ഇൻഡസ്ട്രിയാണ്, ലോകം അംഗീകരിച്ച ഇൻഡസ്ട്രിയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരുത്താർജിക്കാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാണ്. ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിയമം കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി മോദിജിയുടെ വാക്കുകളാണത്. അതായത് ഇവിടെ തൊഴിൽ കൊടുക്കാൻ ഇത് സാധ്യത ഇനിയില്ല. അതുകൊണ്ട് കുട്ടികൾ ഇവിടുന്ന് വിദേശങ്ങളിലേക്ക് പറക്കുന്ന ഈ അവസരത്തിൽ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രൂവൺ ഇൻഡസ്ട്രിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അതിശക്തമായ സാമ്പത്തിക രാജ്യമായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും സ്വന്തം ഡയറക്ട് സെല്ലിംഗ് കമ്പനി നടത്തുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നടത്താൻ പറ്റുമെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരന് ഇതിന്റെ ഒരു ഏറ്റെടുത്തുകൊണ്ട് എന്തൊരു ബിസിനസ് ചെയ്തുകൂടാ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മൾക്ക് ഡയറക്ട് സെല്ലിംഗ് ഒരു ബിസിനസ് ചെയ്തുകൂടുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇൻഡസ്ട്രി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡസ്ട്രി, ഇന്ത്യ ഗവൺമെന്റ് ഇൻ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. കാരണം ഓരോ പ്രൊഡക്റ്റ് പോകുമ്പോഴും GSTയും ഓരോ 100 രൂപ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ അതിന് TDSും കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇൻ ഫ്യൂച്ചർ ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് നോ ഡൗട്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഏറ്റെടുക്കുക. അതുകൊണ്ട് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അത് ഗവൺമെന്റ് അംഗീകരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇവിടെ യൂണിയനുകളുണ്ട്, നമുക്കറിയാം. എല്ലാവരും തന്നെ യൂണിയൻ മെമ്പർഷിപ്പ് എടുക്കണം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ എടുക്കാം. ഇവിടെ പാർട്ടി ഒന്നും വിഷയമല്ല, നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കൺസ്യൂമർ അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമ്മുടെ അനിൽ സാറാണ്, ബഹുമാനപ്പെട്ട മന്ത്രി അനിൽ സാറിന്റെ ചുമതല കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഡയറക്ട് സെല്ലിംഗിന്റെ എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും.
പക്ക ലീഗൽ ആയിട്ടുള്ള ഒരു കമ്പനി, നമ്മളെ കുട്ടികളെ പോലും ഭാവിയിൽ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന ഒരു കമ്പനി. മനസ്സിലായി? നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അതിശക്തമായിട്ട് പോകുമ്പോൾ കുട്ടികളുടെ 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പോലും ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്, മഹാപ്രസ്ഥാനമാണ്, വലിയൊരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളൊരു ബോധം ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അതാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഐ ഡി നമ്പർ എന്ന് ചോദിക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോകത്ത് എവിടെയും വേണമെങ്കിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു അവകാശമാണ്. അതിന്റെ ഒരു സ്റ്റോക്കിസ്റ്റ് ആണ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ്, വേൾഡ് സ്റ്റോക്കിസ്റ്റ് ആണ് നിങ്ങൾ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങുക. നമുക്കറിയാം, നമുക്ക് ചെറിയ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. 13 PV ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് 50 PV മുതൽ കാണിച്ചിട്ടുണ്ട്. 8400, 9700 എല്ലാവർക്കും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അറിയാം. എല്ലാ മെമ്പേഴ്സ് ആണല്ലോ ഇതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് 50 PV ഉണ്ട്, 25 PV ഉണ്ട്, 5200 25 PV ഉണ്ട്. ഞാൻ അന്ന് 25 PV 5200 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വാങ്ങി വന്ന ആളാണ്. ആ ഒറ്റ ഐഡിയിലാണ് ഏകദേശം 1.25 കോടി കഴിഞ്ഞു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതിന്റെ ഇൻകം പ്ലാന്റ് ഇതാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ആ മുടക്കിയ 5200, അന്ന് 5200 കേട്ടാ, ഇന്നത്തെ റേറ്റ് ആണ് 5200. അന്ന് 3800 രൂപയായിരുന്നു. ആ 3800 രൂപ മുടക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ഞാൻ ഷെയർ ചെയ്തപ്പോ എനിക്ക് 1.25 കോടി രൂപയോളം ആ ഒരു 3800 കിട്ടി. ഏത് ബിസിനസ് കിട്ടും എന്റെ പൊന്ന സുഹൃത്തുക്കളെ? 3800 രൂപ കൊണ്ട് 1.25 കോടി ഏൺ ചെയ്യാം. 3-3.5 വർഷം ആകുമ്പോഴേക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന എന്ത് ബിസിനസ് ഉണ്ട് ഈ ലോകത്ത്? ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇതാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് വരും. 25 PV, 13 PV, 50 PV. ലേറ്റസ്റ്റ് ആയിട്ട് 3100 പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കമ്പനി. ഒന്നും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവരായ ആളുകളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാഗർ സാറോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ 13 PV പ്രൊഡക്റ്റ് എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ 13 PV 3100 രൂപയ്ക്ക് എൻട്രി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ PV ബേസിലാണ് നമ്മൾ കമ്മീഷൻ കൊടുക്കുക, ബോണസ് കൊടുക്കുക. അതിനാണ് PV വെച്ചിരിക്കുന്നത്. PV എന്ന് പറഞ്ഞാൽ പോയിന്റ് വാല്യൂ എന്നാണ് പറയുക. PV പോയിന്റ് വാല്യൂ. അപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, 2 ചാനലിലൂടെ പോകുന്ന ഒരു ഹൈബ്രിഡ് ബൈനറി പ്ലാനാണ് നമ്മുടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലോകത്ത് ഫാസ്റ്റസ്റ്റ് ആയിട്ട് കോടീശ്വരന്മാരെ സൃഷ്ടിച്ച പ്ലാനാണ് ഇത്. ഇംപ്രൂവ് ചെയ്ത പ്ലാനാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ വന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഒരു ID കിട്ടി. ഒരു IDയിൽ 10 അക്ക നമ്പർ ഉണ്ടാവും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, ബാങ്ക് ഡീറ്റെയിൽസ് വേണം. 18 വയസ്സിൽ കൂടുതലായി, 18 വയസ്സ് തികഞ്ഞിരിക്കണം, എന്നാലും മാത്രമേ ഇത് പറ്റുള്ളൂ. ഇതെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 അക്ക നമ്പർ കിട്ടും. ഈ 10 അക്ക നമ്പർ നമ്മളെ കാലശേഷം നമ്മുടെ ഫാമിലിയിലേക്ക് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പല നമ്പർ കൂടി ഉണ്ട്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും, ഇല്ലേ? കാലശേഷം ആ അക്കൗണ്ട് ബ്ലോക്ക് ആവും, ഇല്ലേ? അതുപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടാവും, ആധാർ കാർഡ് ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ കാലശേഷം ബ്ലോക്ക് ആയി പോകും. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ID ഉണ്ടല്ലോ, 10 അക്ക നമ്പർ, അത് നമ്മുടെ കാലശേഷം നമ്മുടെ നോമിനിക്ക് കൈമാറപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്ത്യയിൽ തുടങ്ങിയതേ ഉള്ളൂ. 12 രാജ്യങ്ങളിൽ വരും വർഷം ലോഞ്ച് ചെയ്യപ്പെടും. ഒരു സംശയം വേണ്ട. അത് തന്നെയാണ് നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡൊക്കെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മളൊരു ID അടിച്ചു. വരുമാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? 2 ചാനൽ, അല്ലെ? 2 ചാനലിന് പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ജീനിയസ് ആൻഡ് വിന്നേഴ്സ്, അല്ലെ? ഒരു സൈഡ് ജീനിയസ്, മറ്റേ സൈഡിൽ വിന്നേഴ്സ്. ഈ 2 ചാനലിലൂടെയാണ് നമ്മൾ, അതായത് 2 പേരിലേക്ക് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നു. ഈ ബിസിനസ് അവസരത്തെ ഷെയർ ചെയ്യുന്നു. 2 ആളെ ചേർപ്പിക്കല്ല, 2 പേരിലേക്ക് നമ്മൾ ഈ ബിസിനസ് അവസരത്തെ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും വന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങണം, ഇത്ര PV വാങ്ങണം എന്ന് യാതൊരു നിർബന്ധമില്ല. 2 റെഫറൽ ഉണ്ടായാൽ മാത്രം മതി. 13 PV ആകാം, 25 PV ആകാം, 50 PV ആകാം, 100 PV ആകാം. ഇങ്ങനെ വന്ന് 2 റെഫറൽസ് വന്നു കഴിയുമ്പോൾ എപ്പോഴാണ് അത് 150 മാച്ച് ആകുന്നത്? ഒരു സൈഡിൽ 100, അതർ സൈഡിൽ 50. ജീനിയസിൽ 100, വിന്നേഴ്സിൽ 50. നിങ്ങൾ തിരിച്ചു ആകാം. എപ്പോഴാണോ ആകുന്നത് 2 റെഫറലേ വേണ്ടുള്ളൂ. എത്ര PV എന്നുള്ള യാതൊരു നിർബന്ധമില്ല. 13 PV ആവാം, 25 PV ആവാം. എപ്പോഴാണോ 150 മാച്ച് ആകുന്നത്, അപ്പൊ നമുക്ക് ബോണസ് സ്റ്റാർട്ട് ചെയ്യും. 1 PV is equal to 8.80 rupees. അതായത് 8 രൂപ 80 പൈസ. 8.80, 8 രൂപ 80 പൈസയാണ് ഒരു PV മാച്ച് ആകുമ്പോൾ കിട്ടുക. അപ്പൊ 100ഉം 50ഉം എന്ന് പറയുമ്പോൾ 50 ആണ് മാച്ച് ആകുന്നത്. കറക്റ്റ് അല്ലേ? 100ഉം 50 മാച്ച് ആവും. അപ്പൊ 50 × 8 രൂപ 80 പൈസ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. 440 രൂപ. ഇതാണ് എല്ലാ തുടക്കക്കാർക്കും കിട്ടിയത്. എനിക്കും കിട്ടിയത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇതാണ് അതിന്റെ ബേസിക് ഇൻകം എന്ന് പറയുന്നത്. ഇതിനെ വെൽക്കം ബോണസ് എന്ന് പറയും നമ്മൾ. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നു, നിങ്ങൾ വെൽക്കം ചെയ്തു, നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് 2 പേരോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവരെ ബോധവൽക്കരിച്ചു. ഇപ്പൊ കിട്ടുന്ന ഇൻകം ആണ് വെൽക്കം ബോണസ് 440 രൂപ. ക്ലിയർ? നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ദിവസം 2
വരുമാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. മാസത്തിൽ ശമ്പളം കിട്ടും, ആഴ്ചയിൽ ശമ്പളം കിട്ടും, ഡെയിലി ശമ്പളം കിട്ടും, വീക്കിലി ശമ്പളം കിട്ടും, ഇങ്ങനെ പല ശമ്പളങ്ങളുണ്ട് ഇവിടെ അല്ലെ. നമ്മുടെ ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ദിവസം 2 പ്രാവശ്യമാണ്. ഒന്ന് രാവിലെ 5 മണിക്ക് 5 AM to 5 PM 5 PM അങ്ങനെയൊന്നും പറയണ്ട, കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. രാവിലെ 5 മണിക്ക് ഒരു കട്ട് ഓഫ് കഴിഞ്ഞു, അടുത്ത കട്ട് ഓഫ് വൈകുന്നേരം 5 മണിക്ക്. ക്ലിയർ? ഓരോ 5 മണിക്കുമാണ് കട്ട് ഓഫ്. മെയിൻ ഇൻകത്തിന്റെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. റീപർച്ചേസ് ഇൻകത്തിന്റെ കട്ട് ഓഫ് 12 മണിക്കാണ്. ഉച്ചക്ക് 12 മണിക്ക്, രാത്രി 12 മണിക്ക്. അതും കൂടി ഇപ്പോൾ നോട്ട് ചെയ്യാം. റീപർച്ചേസ് ഇൻകത്തിന്റെ കട്ട് ഓഫ് വരുന്നത് ഉച്ചക്ക് 12 മണിക്കും, അതായത് 11:58, രാത്രി 12 മണിക്ക്. ഇവിടെ മദർ പ്ലാനിലെ കട്ട് ഓഫ് 5 മണിക്ക്. ഇപ്പൊ 5 മണിക്ക് കട്ട് ഓഫ് കഴിഞ്ഞു അല്ലെ. ഇനി വൈകിട്ട് 5 മണിക്ക്. അപ്പൊ 2 കട്ട് ഓഫ് ആണ്. ഒരു കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന വരുമാനം എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യണം. അതാണ് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടീമാണ് നമ്മുടെ വരുമാനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. ടീം ഇല്ലെങ്കിൽ വരുമാനമില്ല. ടീം ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ സെയിൽസ് കൊടുക്കുക, അവിടെ ഇടയ്ക്ക് വിറ്റ് പോയാൽ നിങ്ങൾക്ക് ടീം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് വരുമാനം കിട്ടും, കുറച്ച് സ്റ്റോപ്പ് ആവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടീമിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. ടീമിന്റെ കൂടെ നിൽക്കണം, ടീമിന് കോൺഫിഡൻസ് കൊടുക്കണം, ടീമിന് നോളജ് കൊടുക്കണം, അവരെ കൂടെ 24 hours ഉണ്ടാകണം നമ്മൾ. അപ്പോഴാണ് നമ്മുടെ കൂടെ ടീം ഉണ്ടാവുള്ളൂ. എനിക്ക് ടീമില്ല സാറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ വേണ്ട രീതിയിൽ ഫീൽഡിലേക്ക് ഇറങ്ങുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടോ നിങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ടീം ഇല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ചേർത്ത് പിടിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത്, അവർക്ക് നോളജ് കൊടുത്ത്, ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അവരുടെ കൂടെ നിങ്ങൾ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി സംരക്ഷിക്കുന്നത് പോലെ കുറെ കാലം സംരക്ഷിച്ച് നിർത്തിയ ടീം ഉണ്ടാവും. ഈ ടീമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചില സ്വഭാവങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, ചേർത്ത് പിടിക്കേണ്ടി വരും ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ. ക്ലിയർ? അതുകൊണ്ട് നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. നല്ല ടീമാണ് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കുക. വരുമാനം കുറവെന്ന് പറഞ്ഞാൽ ടീം ഇല്ല എന്നർത്ഥം. ടീം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകേട് എന്നർത്ഥം. ക്ലിയർ? ഓക്കെ. അപ്പം നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. ജീനിയസിലും വിന്നേഴ്സിലും നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. ഇങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുമാനം കണക്കാക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു. ആദ്യം 150 PV മാച്ച് ചെയ്യുമ്പോൾ 50 എടുത്തു, നമുക്ക് 440 രൂപ തരും. അത് കഴിഞ്ഞ് അവരിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ 50 PV മാച്ച് ചെയ്യുമ്പോൾ 50 മാച്ച് ചെയ്യുമ്പോൾ 8 രൂപ 80 പൈസയാണ് ഒരു PVക്ക്. ഇപ്പൊ എത്ര വരും? 50 മാച്ച് ചെയ്യുമ്പോൾ 440 രൂപയാണ് നമുക്ക് ഒരു കട്ട് ഓഫ് കിട്ടുക. 440 രൂപ. 2 കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നമുക്ക് 880 രൂപ കിട്ടും. അതാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. 880. 2 കട്ട് ഓഫിൽ കിട്ടിയെന്ന് വിചാരിച്ചാൽ 880 രൂപ കിട്ടി അല്ലെ. 100 PV മാച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. 50ന്റെ 2 എണ്ണം വന്നു, ഇപ്പൊ 100 ആയി. ഇപ്പുറത്ത് 50ന്റെ 2 എണ്ണം വന്നു, 100 ആയി. ഇല്ലെങ്കിൽ 25ന്റെ 4 എണ്ണം വന്നു ഒരു സൈഡിൽ, ഇപ്പൊ 100 ആയി അല്ലെ. ഇവിടെ വന്നു 100 ആയി. ഇപ്പൊ 100 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 880 രൂപ. അത് 2 കട്ട് ഓഫിലും കൂടെ കിട്ടുകയാണെങ്കിൽ 1760 രൂപ കിട്ടും. 200 മാച്ച് ചെയ്യുമ്പോൾ ഇൻറ്റു 8 രൂപ 80 പൈസ, 1760, 3520. ഇങ്ങനെ ഒരു മാക്സിമം ഒരു കട്ട് ഓഫിൽ നമുക്ക് കിട്ടുന്നത് 1000 PV ആണ്. 1000 PV മാച്ച് ചെയ്യുമ്പോൾ കിട്ടും 8800 രൂപ ഒരു കട്ട് ഓഫിൽ കിട്ടും. 2 കട്ട് ഓഫ് ഉണ്ട്, 17600 രൂപ കിട്ടും. ഇത് വൺ സൈഡ് എപ്പോഴും ക്യാരി ഫോർവേഡ് ഇത് കിടക്കും. 2 സൈഡ് ഒരേപോലെ വന്നില്ലെങ്കിൽ ഫ്ലഷ് ഔട്ട് ഒന്നുമില്ല. നിങ്ങളുടെ വൺ സൈഡിൽ ജീനിയസിൽ വലിയൊരു ടീം വന്നു, അവരിങ്ങനെ വർക്ക് ചെയ്ത് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കും, ഒന്നും നഷ്ടപ്പെടില്ല. എപ്പോഴാണ് നിങ്ങൾ വിന്നർ സൈഡിൽ സെയിൽ വരുന്നത്, അപ്പൊ 100ഉം അവിടെ 500 കിടക്കുകയാണ്. ഇവിടുന്ന് 100 എടുത്ത് മാച്ച് ആവും. 100ന്റെ എമൗണ്ട് അടിച്ച് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ബാക്കിയുള്ളത് ക്യാരി ഫോർവേഡ് ചെയ്യും. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. മണി സൈഡിൽ, അതായത് നമ്മുടെ വീക്ക് സൈഡിൽ എപ്പോൾ ബിസിനസ് വെച്ചാലും നിങ്ങൾക്ക് അതിന്റെ ഇൻകം ജനറേറ്റ് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഈ ഇൻകത്തിന്റെ പേരാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഇതിന് യാതൊരു ടൈം ലിമിറ്റും ഇല്ല. ഇന്ന് ഈ സൈഡിൽ വന്നു 1 മാസം 2 മാസം 3 മാസം 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അതർ സൈഡിൽ ബിസിനസ് നടക്കുന്നെങ്കിൽ അത് മാച്ച് ആവും. 8 രൂപ 80 പൈസ എന്നുള്ള കാൽക്കുലേഷനിലുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇതാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു കസ്റ്റമർക്ക് നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബോണസിന്റെ പേരാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഓക്കെ. വാങ്ങിക്കാം. ഒരു കട്ട് ഓഫിൽ 8800 വരെ വാങ്ങിക്കാം. 1000 PV ആണ് ഒരു കട്ട് ഓഫിൽ നമുക്ക് മാച്ച് ചെയ്യുള്ളൂ. ബാക്കി ഇത് കിടക്കും. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ബിസിനസ് പ്ലാൻ പഠിച്ചാൽ
ചെയ്താലേ നമുക്ക് വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ, അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, ഒരു MPV എന്ന് പറഞ്ഞാൽ മാച്ച് വാല്യൂ, അപ്പുറത്തും ഇപ്പുറത്തും മാച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ 17,600 വരെ ഒരു ദിവസം വാങ്ങിക്കാം. ക്ലിയർ? അപ്പൊ 17,600 രൂപ വെറും 100 PV മാത്രം വാങ്ങിച്ചുള്ളൂ എന്നിരിക്കാം. അടുത്തത് സൂപ്പർ ഫാമിലി. ഇത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറയാം. സൂപ്പർ ഫാമിലി ബോണസ് ചെയ്യണം. അവിടെ ഒരു നിബന്ധനയാണ്. ഒരേ കട്ട് ഓഫിൽ, ഇപ്പൊ 5 മണിക്ക് വൈകുന്നേരം 5 മണിക്കത്തെ കട്ട് ഓഫ്, വൈകുന്നേരത്തെ 5 മണിക്കത്തെ കട്ട് ഓഫിൽ തന്നെ ബോത്ത് സൈഡിലും ജീനിയേഴ്സിലും വിന്നേഴ്സിലും 100 PV മാച്ച് ആകുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ തരുന്ന ബോണസ് ആണ്. ഞാൻ പറഞ്ഞു 880 രൂപ കിട്ടും. പ്ലസ് അഡീഷണൽ ആയിട്ട് നമുക്ക് എത്ര കിട്ടും? ഒരു PVക്ക് 59 രൂപ 40 പൈസ. അപ്പൊ 100 PV വരുമ്പോ 5,940 രൂപ കിട്ടും. ക്ലിയർ ആയോ? 5,940 ഉണ്ടാവും, നമുക്ക് 880 ഉണ്ടാവും. ടോട്ടൽ 6,820 രൂപ ഒരു 100 PV മാച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. 100 PV മാച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 880 രൂപ നമുക്ക് അവയർനെസ് ഉണ്ട്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 850 ഓൾറെഡി എഴുതി വെച്ചോളൂ, 850 രൂപ കിട്ടും. പ്ലസ് അതുകൂടാതെ അതേ ബിസിനസ് ചെയ്തതിന് ഒരു പണിക്ക് 2 ശമ്പളമാണ്. മനസ്സിലായോ? 100 ഒരേ കട്ട് ഓഫിലാണ് മാച്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഫാമിലി ബോണസും കൂടെ കിട്ടും. ഒറ്റ ജോലി ചെയ്താൽ മതി, രണ്ടാമത്തെ ശമ്പളം കൂടെ കിട്ടും, രണ്ടാമത്തെ ബോണസും കൂടെ കിട്ടാൻ വേണ്ടി പോവാം. അത് 59 രൂപ 40 പൈസ വെച്ചുകൊണ്ട് 5,940 880, അപ്പൊ 6,820 രൂപ ചെറിയൊരു 100 PVയുടെ ബിസിനസ് ചെയ്താൽ കിട്ടും. 50 PV ആണ് ചെയ്യുന്നെങ്കിലോ 50 × 880 രൂപ എത്ര വരും? 440 രൂപ കിട്ടും. സൂപ്പർ ഫാമിലി ബോണസ് എത്ര കിട്ടും? അതിന്റെ പകുതി ഉണ്ടാവും അല്ലെ, 3,410 രൂപ. ക്ലിയർ അല്ല? അപ്പൊ 6,820ന്റെ നേർ പകുതി ഉണ്ടാവും 50 PV ചെയ്താൽ. ക്ലിയർ? 3,410 രൂപ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പൊ ഒരു ദിവസം നമ്മൾ ഫാമിലി ബോണസ് മാത്രം കൂട്ടുകയാണെങ്കിൽ എത്ര കിട്ടും? 5,900. 100 PV 59 രൂപ 40 പൈസയാണ് 100 PVയുടെ ഫാമിലി ബോണസ് മാത്രം ഞാൻ പറയുന്നത്. ഫാമിലി ബോണസ് മാത്രം. അപ്പൊ 5,940 × 2 അല്ലെ 11,880 രൂപ പെർ ഡേ നമുക്ക് സൂപ്പർ ഫാമിലി ബോണസ് വാങ്ങിക്കാം. അപ്പൊ ഇത് കൂട്ടുമ്പോ 11,880 നേരത്തെ പറഞ്ഞ അവയർനെസ് ബോണസ് 17,600, ടോട്ടല് 29,480 രൂപ, ഏകദേശം 30,000 രൂപ പെർ ഡേ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ് നമ്മുടെ മദർ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് റിക്രൂട്ട്മെന്റിലൂടെ നമുക്ക് കിട്ടുന്ന പ്ലാനാണ്. റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാൻ ഇൻകം ആണ് ഈ പറഞ്ഞ ഏകദേശം 29,460, 30,000 രൂപയോളം പെർ ഡേ നമുക്ക് ഒരു ഐഡിയിലൂടെ വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഒരു ഐഡിയിലൂടെ എല്ലാവരും 3 ID 4 ID എടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ 4 ഐഡിയിലും ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഒരു ഐഡിയിൽ നല്ല ടോപ്പ് അച്ചീവർ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നിങ്ങളുടെ ബിസിനസ് ചലിക്കുമ്പോൾ മാത്രമേ അടുത്ത ഐഡികൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും, ആരും ഉണ്ടാവില്ല കൂടെ. അങ്ങനെയാണ് പല ലീഡേഴ്സും വിട്ടുപോകുന്നതും നിർത്തിപ്പോകുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, 2 3 ID ഓപ്പൺ ചെയ്തോ, ട്രൈനോട് എടുത്ത് വെച്ചോളൂ. പക്ഷെ അത് ഉടനെ പണിയരുത് അല്ലെ. നമ്മൾ 10 നിലയുടെ ബിൽഡിംഗ് പണിയാൻ പോകുമ്പോൾ ആദ്യം 1 എണ്ണം പണിത് റെഡിയാക്കിയിട്ട് അടുത്ത് തുടങ്ങിയാൽ മതി. അല്ലാണ്ട് ഉടനെ 3 എണ്ണത്തിലും 4 എണ്ണത്തിലും വരുമാനം കിട്ടാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ തറ തന്നെ ഉണ്ടാവില്ല ബാക്കി. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ 30,000 ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ആവറേജ് എത്ര വരുമാനം ഉണ്ടാവും നോക്കിയേ അല്ലെ. 30,000 ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി 3 days 3 ദിവസത്തെ വരുമാനം കൂട്ടുകയാണെങ്കിൽ നമുക്ക് 3 ദിവസത്തെ വരുമാനം പറയാൻ കാരണം എന്താണ്? 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് നമുക്ക് പേ ഔട്ട് വരുന്നത്. ഇന്ന് നമുക്ക് പേ ഔട്ട് വരുന്ന ഒരു ദിവസമാണ് അല്ലെ, ഇന്ന് തിങ്കളാഴ്ച. അപ്പൊ അടുത്ത പേ ഔട്ട് എപ്പോഴും വരിക? തിങ്കൾ, ചൊവ്വ, ബുധൻ. 3 ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് ഇനി അടുത്ത പേ ഔട്ട് വരുന്നത്. അപ്പൊ 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് നമ്മുടെ ഇൻകം ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പൊ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഏകദേശം 90,000 രൂപ, 88,440 രൂപ ഓരോ 3 ദിവസം കഴിയും തോറും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന അതിമനോഹരമായ ഒരു പ്ലാനാണ് കമ്പനി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ പോവുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു ഇൻകം നമുക്ക് ഉണ്ടാവും. മന്ത്ലി കൂട്ടുകയാണെങ്കിൽ ഏകദേശം അല്ലെ 9 ലക്ഷം രൂപയോളം മാസ വരുമാനം ഉണ്ടാകും. ഇയർലി കൂട്ടുകയാണെങ്കിൽ ഏകദേശം 1,07,00,000-ലധികം രൂപ നമുക്ക് ഇയർലി ഈ മദർ പ്ലാനിലൂടെ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. 1 കോടി രൂപ വാങ്ങാൻ വേണ്ടി സാധിക്കും. 1 കോടി രൂപ വാങ്ങാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ ഞാനും വന്ന് നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. പക്ഷെ എന്റെ ഉറക്കം കെടുത്തിയത് വെച്ചാൽ ഈ പ്ലാൻ കേട്ടപ്പോ കൂടുതൽ പഠിക്കാൻ തയ്യാറായി. ഞാൻ ആവശ്യക്കാരനല്ല, അത്യാവശ്യക്കാരനായിരുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് ഞാൻ ഊണും ഉറക്കവും അല്ലെ, നിങ്ങളൊക്കെ മാട്രസിൽ നല്ല ഉറക്കമാണെന്നവരാണ്. ഉറക്കമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതിന്റെ പ്ലാൻ പഠിച്ചുകൊണ്ട് ആവശ്യക്കാരല്ല അത്യാവശ്യക്കാരനെ ഇത് ഓടിയതുകൊണ്ട് തന്നെ 10 മാസം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ 1 ഇയർ അച്ചീവർ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചു. ഈ പ്ലാനിന്റെ പവറാണ്, ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ്. അതുപോലെ ഇത് ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവമാണ്. എന്ത് പ്രതിസന്ധിയിൽ, എന്ത് വേനലും എന്ത് മഴയും എന്ത് കൊടുങ്കാറ്റും എന്ത് അടിച്ചാലും ഉറച്ചു നിൽക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വിജയിച്ചത്. ഇപ്പൊ പുതിയ പ്ലാനുകളിലൂടെ വന്നതോടുകൂടി ബയോട്ടോറിയത്തിന്റെ വൈബ് വേറെ ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതായത് റീപർച്ചേസും കൂടെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. അതോടൊപ്പം വേറൊരു വൈബ് മാറിയിരിക്കുന്നു. സാറിനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ എൻട്രികൾ വരെ സ്റ്റാർട്ട് ചെയ്തു. 3100 രൂപയ്ക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും നമുക്കൊരു ഫോറിൻ ട്രിപ്പുകൾ, നമ്മുടെ മുദ്രാവാക്യം തന്നെ ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ എന്നുള്ള ആ ഹാപ്പിനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ആ ഹാപ്പിനെസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ പ്രാധാന്യം എടുത്തുകൊണ്ട് ഫോറിൻ ട്രിപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ട്രിപ്പാണ് തായ്ലൻഡ് ട്രിപ്പ്, അടുത്തത് ദുബായ് ട്രിപ്പ്, അടുത്തത് സിംഗപ്പൂർ ട്രിപ്പ്, അടുത്തത് പിന്നെ യൂറോപ്യൻ ട്രിപ്പ്. ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മുഴുവൻ ലോകത്തിലെ ഓരോ രാജ്യവും സന്ദർശിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ബയോട്ടോറിയത്തിൽ ഒരു യഥാർത്ഥ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് 1 രൂപ മുടക്കാതെ കിട്ടുന്നതാണ്. 1 രൂപ മുടക്കാതെ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ചാറ്റേഡ് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി സാധിക്കും. 1 രൂപ നിങ്ങൾ മുടക്കണ്ട, എയർപോർട്ടിലേക്ക് വന്നാൽ മതി. എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? അതിന് ഒരു സമയപരിധിയും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് വരെയും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതുപോലുള്ള ഫോറിൻ ട്രിപ്പുകൾ. അവിടെ എല്ലാം ടൈം വെച്ചുകൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ബിസിനസ് ചെയ്താൽ പോകാം എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് പോകാൻ പറ്റില്ല. വലിയ ടോപ്പിലുള്ള ലീഡേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ ഫോറിൻ ട്രിപ്പുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ബോട്ടം ലെവലിൽ വന്ന ഇന്ന് ബിസിനസ് കൊടുക്കുന്ന ഒരു വ്യക്തിക്കും തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താണ് ക്രൈറ്റീരിയ? ഒന്നുമില്ല, 3 ലക്ഷം രൂപ വരുമാനം പിടിക്കുക, ഇത്രേ ഉള്ളൂ. 3 ലക്ഷം രൂപ നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എപ്പോഴാണോ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് നിങ്ങളുടെ ട്രിപ്പ് ഗ്യാരണ്ടീഡാണ്. അപ്പൊ നോക്കണം, ഇത്രയും വരുമാനം തരികയാണ് അല്ലെ. ഇന്ന് വരെ ഇത്രയും വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി ഇല്ല. 100 രൂപ മാച്ച് ചെയ്യുമ്പോൾ 6820 രൂപ, അതായത് 16,500 ബിസിനസ് മാച്ച് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 6,820 രൂപയാണ്. ബോട്ടം ലെവലുള്ള ആൾക്ക് കൂടുതൽ വരുമാനം കൊടുക്കുക എന്നുള്ളതാണ് സാറിന്റെ ഏറ്റവും പ്രധാനമായ ഒരു വീക്ഷണം എന്ന് പറയുന്നത്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വിജയിക്കണമെങ്കിൽ ബോട്ടം ലെവലില്, അതായത് ഇന്നും നാളെയും വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം അവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴാണ് അവര് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹ്യൂജ് ഇൻകം കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുക. വെറും ഈ മദർ പ്ലാനിലൂടെ മാത്രം ഇൻകം പമ്പ് ചെയ്തപ്പോ ഇന്ത്യയിൽ ഏകദേശം 300-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ച വേൾഡിലെ നമ്പർ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഒരു സംശയം വേണ്ട. ഇത്രയും ഫാസ്റ്റസ്റ്റ് കറോർപതികളെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നിരവധി അവാർഡുകൾ നമ്മുടെ കമ്പനിക്ക് കിട്ടിയിരുന്നതാണ്. 300-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിച്ച കമ്പനിയാണ്. ഈ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും എത്ര കമ്പനികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 1 കോടി രൂപയ്ക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലൂടെ ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലൂടെ നേടണമെങ്കിൽ വർഷങ്ങൾ പണിയെടുക്കണം. അവിടെയാണ് കേവലം 10 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചെന്നുള്ള ഈ നമ്മുടെ പ്ലാനിന്റെ മനോഹാരിതയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം, ടീമിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ ഇപ്പോ ഇതുകൂടി വന്നതോടൊപ്പം നമ്മളെ ഫോറിൻ ട്രിപ്പുകൾ പൂവണിയാൻ വേണ്ടി തുടങ്ങി. നോർത്ത് ഇന്ത്യയിലേക്ക് നിരവധി അച്ചീവേഴ്സിന്റെ ലിസ്റ്റ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ഡിസംബറിൽ നമ്മുടെ കേരളത്തിൽ നിന്നും 1-2 ബാച്ച് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആരും നോക്കി നിൽക്കേണ്ട. വളരെ ആത്മാർത്ഥമായിട്ട് ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ഇൻകത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് സാർ ഈ വരുന്ന ഫാമിലി ബോണസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു 5% LRP എന്നുള്ള നിലയിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 5%, അപ്പൊ 500 രൂപ LRP ലോയൽറ്റി റിവാർഡ് പോയിന്റ് എന്നൊരു പൂളിലേക്ക് നമുക്ക് മാറ്റിവെക്കും. കമ്പനി തരുന്ന വരുമാനത്തിന് പുറമെ അഡീഷണൽ ആയിട്ടാണ് തരുന്നത്. 20,000 വരുമാനം ആകുമ്പോൾ 1000 പോയിന്റ് ആവും. 30,000 വരുമാനം 1,500 ആവും. ഇങ്ങനെ എപ്പോഴാണോ 15,000 ലോയൽറ്റി പോയിന്റ് ആകുന്നത് അപ്പോൾ നമുക്ക് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറായി മാറിക്കഴിഞ്ഞു. തായ്ലൻഡ് ട്രിപ്പ് 75,000 രൂപ മുടക്കണം. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. അതിനെന്താ ക്രൈറ്റീരിയ? 3 lakhs rupees അച്ചീവ് ചെയ്യാം. 3 ലക്ഷം രൂപ അച്ചീവ് ചെയ്യാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 3 ലക്ഷം രൂപ അച്ചീവ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ 44 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാം. 44 ഫാമിലി ബോണസ് മതി ഇല്ലേ? 44 ദിവസം വേണ്ട. ഒരു മാസം 2 ദിവസം 2 ഫാമിലി ബോണസ് വെച്ച് ഒരു മാസം 60 ഫാമിലി ബോണസ് ഉണ്ട് ഇവിടെ. 60 ഫാമിലി ബോണസ് എന്ന് പറഞ്ഞാൽ അതിൽ 44 അച്ചീവ് ചെയ്യാൻ വേണമെങ്കിൽ കേവലം 22 ദിവസം കൊണ്ടും അച്ചീവ് ചെയ്യാം. 22 ദിവസം കൊണ്ട് നമുക്ക് ഫോറിൻ ട്രിപ്പ് അച്ചീവ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ 2, 3, 4, 5 മാസം കൊണ്ട് അച്ചീവ് ചെയ്യും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ന് സെപ്റ്റംബർ 1 ഇന്ന് നമുക്കൊരു ശപഥം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം നമ്മുടെ മുമ്പിലുണ്ട് ഈ വർഷം.
ഈ 4 മാസം എന്ന് പറഞ്ഞ 240 കട്ട് ഓഫ് ഉണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഈ മെയ് 1 മുതലുള്ള വരുമാനമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പണ്ട് നിങ്ങൾക്ക് 2-3 ലക്ഷം കിട്ടിയത് കൂട്ടില്ല. മെയ് 1 മുതൽ നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടിയിട്ടതാണ് കാൽക്കുലേഷനിൽ വരിക. ഈ 240 കട്ട് ഓഫിൽ കേവലം ഒരു 44 ഇല്ലേ ഫാമിലി ബോണസ് അടിക്കാൻ പറ്റത്തില്ലേ? 240ന്റെ എത്ര ശതമാനമാണ് അല്ലെ? 240ന്റെ എത്ര ശതമാനമാണ് 44 എന്ന് പറയുന്നത്? വളരെ തുച്ഛമായ ഒരു ശതമാനമാണ് വരുന്നുള്ളൂ ഇല്ലേ? അത് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഡിസംബറിൽ കേരളത്തിൽ നിന്നും 1, 2, 3 ഫ്ലൈറ്റ് നമുക്ക് തായ്ലൻഡിലേക്ക് പറപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത്രയും മനോഹരമായ ഫോറിൻ ട്രിപ്പുകൾ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് തരുന്ന ഒരേ ഒരു കമ്പനി അതാണ് ഈ ബയോട്ടോറിയം എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കുന്നില്ല പലരും. അതാണ് ഇതൊക്കെ ടീമിലേക്ക് പകർന്നു കൊടുക്കണം. ബയോട്ടോറിയത്തിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് എടുത്ത് വെക്കാം ധൈര്യമായിട്ട്. ക്ലിയർ? ഓക്കെ, കൂടുതൽ നീട്ടുന്നില്ല. അടുത്താണ് റീപർച്ചേസ് പ്ലാൻ. ഇതാണ് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു 1 മാസം ഇല്ലേ 9 ലക്ഷം 10 ലക്ഷം 1 കോടി വരെ നേടാൻ പറ്റുമെങ്കിൽ ഇതാണ് ബ്രഹ്മാസ്ത്രം. വേൾഡ് ക്ലാസ് സോറാൻ പറ്റാത്ത രീതിയിലുള്ള റീപർച്ചേസ് ബോണസ് ആണ്. റീപർച്ചേസ് ആണ് ഒരു കമ്പനിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. വരുന്ന കസ്റ്റമേഴ്സ് പല ഉൽപ്പന്നങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ സ്ട്രോങ് സ്റ്റെബിലിറ്റി നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് വന്ന് ഈ 2 ചാനലിലൂടെ മാത്രം റീപർച്ചേസ് ഇൻകം കൊടുക്കുന്ന വേൾഡിലെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതാണ് ബയോട്ടോറിയം. മറ്റു പല കമ്പനികൾക്കും 3-ാമതും 4-ാമതും 5-ാമതുമായിട്ട് ഡയറക്ടർ റെഫറൻസ് കൊണ്ടുവരേണ്ടി വരും. അവിടെ ഓരോ റാങ്ക് അനുസരിച്ച് പർച്ചേസ് ചെയ്യേണ്ടി വരും. വലിയ റാങ്കിലുള്ള ആളുകൾ 10,000 കണക്കിന് 20,000 40,000 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വീട്ടില് അല്ലെ കട്ടിലിന്റെ അടിയിൽ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഏറ്റവും സാധാരണക്കാരൻ മുതൽ ഏറ്റവും ടോപ്പിൽ വന്ന ആളും വെറും 1,100 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ മതി എന്നുള്ളതാണ്. 1,100 മുതൽ മേൽപോട്ടുള്ള പർച്ചേസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങി. ഇപ്പൊ നിരവധി പ്രൊഡക്ട്സുകൾ വന്നു കഴിഞ്ഞു. നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് കൂടാതെ അതിന്റെ ഓരോരോ പാർട്സുകൾ വന്നു കഴിഞ്ഞു. ഇത് കൂടാതെ അൾട്രാബെറി ജ്യൂസ് അല്ലെ റിസൾട്ട് ജ്യൂസിന് കിട്ടുന്നത് എന്തെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് അതിന്റെ പ്ലാൻ. അൾട്രാബെറി ജ്യൂസിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ 1,600 രൂപയുടെ അൾട്രാബെറി ജ്യൂസ് നമ്മൾ വാങ്ങിയാൽ അത് 3,000 ഡിസ്കൗണ്ട് കൊടുത്താൽ പോലും 3,000 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് 1,400 രൂപ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു 10 എണ്ണം നിങ്ങൾ ഒരു മാസം വിപണനം വേണ്ടി സാധിച്ചാൽ 14,000 രൂപ സാഗർ ജോഷി സാർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരേണ്ട, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ആ ക്യാഷ് ഉപയോഗിച്ച് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ പച്ചക്കറിയും മീനും ഇറച്ചിയും അല്ലെ കുട്ടികൾക്ക് സ്വീറ്റ്സും ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ആ കുടുംബത്തിലെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് റീപർച്ചേസിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. അതുപോലെ തന്നെ നമ്മുടെ മോർ പവർ ഉണ്ട്. വേൾഡിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ് മോർ പവർ എന്ന് പറയുന്നത്. നമ്മളെ 11 സിസ്റ്റത്തെയും അത് എൻകറേജ് ചെയ്യുകയും 11 സിസ്റ്റത്തെയും പ്രവർത്തനക്ഷമമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ആന്റി ഏജിങ് പ്രോസസ്സിലേക്ക് വരുന്നു എന്നുള്ള വളരെ ചെറുപ്പക്കാരികളായി മാറാനുള്ള നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കണം. പ്ലാൻ ബേസ്ഡ് സപ്ലിമെന്റ്സ് 100% പ്രൂവൺ ആണത്. സയന്റിഫിക്കലി പ്രൂവൺ ആണ്. 100% പ്രൂവൺ ആണ് പ്ലാൻ ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. അത് നിർബന്ധമായിട്ട് ആളുകൾ വാങ്ങി ഉപയോഗിക്കണം. നമുക്ക് ഗ്യാരണ്ടീഡ് റിസൾട്ട് കൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്ലാസ് പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ആരും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഗ്രോസറി ഐറ്റംസ് റീപർച്ചേസിലൂടെ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഓൺലി ഈ ബയോട്ടോറിയം. ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. ഗ്രോസറി ഐറ്റംസ് റീപർച്ചേസിലൂടെ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഈ ബയോട്ടോറിയം ഈ മാസത്തോട് കൂടിയിട്ട് അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുപോലെ പേസ്റ്റ്, സോപ്പ്, ഷാമ്പു, നിത്യോപയോഗ സാധനങ്ങൾ, ടെക്സ്റ്റൈൽ ഐറ്റംസ് ഇല്ലേ എല്ലാവരും ജെന്റ്സ് ആൻഡ് ലേഡീസ് ആൻഡ് കിഡ്സിന്റെ മുതലുള്ള ടെക്സ്റ്റൈൽ ഐറ്റംസ് വരാൻ വേണ്ടി പോവാ. അതേപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി കെയർ ഐറ്റംസ് വരാൻ വേണ്ടി ബാഗ്, ചെരുപ്പ് അല്ലെ മാഗ്നറ്റിക് ഷൂസ് വരാൻ വേണ്ടി പോവാണ്. അതുപോലെ ലേഡീസിനുള്ള പാഡുകൾ വരാൻ വേണ്ടി പോവാണ്. ടു സെറ്റ് ഐറ്റംസ് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്ന ആ ഐറ്റംസ് മുഴുവൻ എവിടെയും പോകാതെ വിരൽത്തുമ്പിലൂടെ ബയോട്ടോറിയത്തിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പോവാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. വേൾഡിലെ നമ്പർ 1 ഇ-കോമേഴ്സ് സൈറ്റായി മാറാൻ വേണ്ടി പോവാം. ഒരു സംശയവും വേണ്ട. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റീപർച്ചേസിലൂടെ ഹ്യൂജ് ഇൻകം കിട്ടും എന്നുള്ളതാണ്
അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞ ടീം ബിൽഡിംഗ്. ടീമിനെ നിങ്ങൾ മറക്കരുത്. ടീം ബിൽഡിംഗ്. നിങ്ങൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ ആ ടീമിലുള്ള ആളുകൾ അവരുടെ വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസോ ടെക്സ്റ്റൈൽ ഐറ്റംസോ അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയലോ പാൻസോ ജീൻസോ കുട്ടികളുടെ ഷൂവോ ചെരുപ്പോ എന്ത് വാങ്ങിയാലും അല്ലെങ്കിൽ അൾട്രാബറി വാങ്ങിയാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നു എന്നുള്ളത്. അതിനെന്ത് വേണം? നമ്മൾ റീപർച്ചേസ് ചെയ്യണം. നമ്മൾ റീപർച്ചേസ് ചെയ്യണം. ഒരു 1100 രൂപ 1500 രൂപ 1600 രൂപ സാധനം മേടിച്ചാൽ, ഒരു 1500 രൂപയുടെ സാധനം മേടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു വർഷം കൊണ്ട് എത്ര രൂപയുടെ സാധനം മേടിക്കുക? 1500 ആണെങ്കിൽ 18,000 രൂപയുടെ സാധനം മേടിക്കും അല്ലെ? ഒരു വർഷം കൊണ്ട് അല്ലെ? ശരിയല്ലേ? ഒരു വർഷം കൊണ്ട് 18,000 രൂപയുടെ സാധനം മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫോറിൻ ട്രിപ്പ്. ഈ റീപർച്ചേസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ LRP പോയിന്റ് വാഷ് ഔട്ട് ആവും. ക്ലിയർ? നിങ്ങൾക്ക് LRP പോയിന്റ് 10,000 വന്നു, 500 അവിടെ വന്നിട്ടുണ്ട്. 20,000 വന്നു, 1000 വന്നിട്ടുണ്ട്, 50,000 വന്നു ഇല്ലേ? 2,500 LRP പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ റീപർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ അത് 0 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഫോറിൻ ട്രിപ്പിന് അത് ബാധിക്കും. എല്ലാ മാസവും നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോറിനൊക്കെ പോകണ്ടേ, സന്തോഷിക്കണ്ടേ അല്ലേ? അതിന് പോകണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ റീപർച്ചേസ് ചെയ്യണം. എപ്പോഴാണ് നമ്മൾ റീപർച്ചേസ് ചെയ്യേണ്ടത്? അടുത്ത ചോദ്യം. റീപർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ID തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ 3 വര കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ID ആക്ടിവേറ്റ് ചെയ്ത ഡേറ്റ് കാണും. രജിസ്ട്രേഷൻ ഡേറ്റ് അല്ല, ആക്ടിവേറ്റഡ് ഡേറ്റ്. ആ ഡേറ്റിനാണ് നിങ്ങൾ റീപർച്ചേസ് ചെയ്യേണ്ടത്. അതിന് ഒരു ദിവസം മുമ്പേ ആയാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണെങ്കിൽ ഈ LRP പോയിന്റ് വാഷ് ഔട്ട് ആയിട്ടുണ്ടാവും, 0 ആയിട്ടുണ്ടാവും. അതുകൊണ്ട് 20-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ല ആക്ടിവേഷൻ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒന്നുകിൽ 20-ാം തീയതി രാത്രി 12 മണിക്കത്തെ കട്ട് ഓഫിന് മുമ്പ് ചെയ്യണം. അത് നമ്മുടെ ആ കട്ട് ഓഫ് അങ്ങനെയാണ്. രാവിലെ ചെയ്യാം. ഇല്ലെങ്കിൽ 19-ാം തീയതി എങ്കിലും ചെയ്യാൻ നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന സേഫ് തലേ ദിവസം ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ പിന്നെ കിട്ടിയില്ല, ആക്ടിവേഷൻ കിട്ടിയില്ല, അങ്ങനെ ആയി സാറേ ഇങ്ങനെ ആയി ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തലേ ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ID ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മാസവും അത് ചെയ്യുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ അടുത്ത ദിവസം കാണിക്കും. അടുത്ത മാസം ഏത് ദിവസമാണ് ചെയ്യേണ്ടത് അവിടെ കാണിക്കും, നമുക്ക് കൃത്യമായിട്ട് കാണിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. റീപർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോത്ത് സൈഡിലെ ആളുകൾ ഇങ്ങനെ റീപർച്ചേസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു സൈഡ് നന്നായിട്ട് പോവുകയാണെങ്കിൽ അത് അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കും. എപ്പോഴാണോ മറു സൈഡിൽ ഒരാൾ ഒരു 1,200 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്നത്, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1,200 രൂപ 1,200 രൂപയുടെ ബിസിനസ് മാച്ച് ആകുമ്പോൾ അതിന് 0.25 PV ആണ്. 0.25 PV എന്നൊരു 1/4 PV ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 157 രൂപ 50 പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുള്ളതാണ്. ഒരാൾ 1,200 രൂപയുടെ ഉൽപ്പന്നം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് 157 രൂപ 50 പൈസ കിട്ടും. വീണ്ടും ഒരാൾ അടുത്താളും കൂടെ മേടിച്ചാൽ വീണ്ടും 157 രൂപ 50 പൈസ. ഇങ്ങനെ 4 ആൾ വാങ്ങുമ്പോൾ നമുക്ക് 1 PV ആയി. 1 PV = 630 രൂപ കിട്ടും 4 പേര് വാങ്ങിച്ചാൽ. അപ്പൊ റിക്രൂട്ട്മെന്റും റീപർച്ചേസും ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് വലിയ ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല അവയർനെസ് കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. ഒരാൾ ഒരു ഉൽപ്പന്നമല്ല വാങ്ങിക്കുക, റീറ്റെയിൽ ചെയ്യുകയും ചെയ്യും. അപ്പോ 10 എണ്ണം വാങ്ങുമ്പോൾ നമുക്ക് എത്രയായി? 1,575 രൂപയായി അല്ലെ? 10 പേര് നമ്മുടെ ജീനിയസിലും ബിസിനസിലും പർച്ചേസ് 1,500 രൂപ. ഇങ്ങനെ വലിയൊരു ടീം ഉണ്ടെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 15,750 രൂപയായി അല്ലെ? 1000 സെയിൽസ് നടന്നാൽ 1000 സെയിൽസിന് 1000 പേര് വേണ്ട. അതാ മനസ്സിലാക്കേണ്ടത്. 100 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1000 സെയിൽസ് നടത്താൻ വേണ്ടി സാധിക്കും അല്ലെ? 10 എണ്ണം വെച്ച് വാങ്ങി വിൽപ്പന നടത്തുന്ന ആളുണ്ടെങ്കിൽ 100 പേര് നല്ല സ്ട്രോങ് ടീമാണെങ്കിൽ പോലും 1000 സെയിൽസ് നിങ്ങളുടെ ടീമിൽ നടക്കുകയാണെങ്കിൽ × 157 രൂപ 50 പൈസ എന്ന് പറഞ്ഞാൽ ഒരു മാസം 1,57,500 വരെ വാങ്ങാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത്, കട്ട് ഓഫ് 2 കട്ട് ഓഫ് ആണ്, ഉച്ചക്ക് 12 മണിക്ക് രാത്രി 12 മണിക്ക്. ആ കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് 63,000 രൂപയാണ്. ഇതിന്റെ 2 കട്ട് ഓഫ് ഉള്ളത് കൊണ്ട് 1,26,000 രൂപ നമുക്ക് ഒരു ദിവസം റീപർച്ചേസിലൂടെ നേടാം. മദർ പ്ലാനിൽ ഒരു ദിവസം എത്ര കിട്ടുള്ളൂ? 29,000 സംതിങ് അല്ലെ? 30,000 റൗണ്ട് ഫിഗർ പിടിച്ചാൽ 30,000 കിട്ടുള്ളൂ. ഇവിടെ കിട്ടുന്നത് 1,26,000 ആണ്. നിങ്ങൾ നോക്കണം, അതിന്റെ ഏകദേശം 4 ഇരട്ടിയിലധികം. അവിടെ 30 ആണെങ്കിൽ ഇവിടെ 1,20 4 ഇരട്ടി 5 ഇരട്ടിയോളം വരുമാനം നമുക്ക് റീപർച്ചേസിലൂടെ നേടാം. അതാണ് ഇൻകം പ്ലാന്റെ പ്രതി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ 30 കിട്ടുള്ളൂ, ഇവിടെ 1,26,000 കിട്ടും. 4 ഇരട്ടി വരുമാനം കിട്ടുന്ന ഒരു പ്ലാനാണ് റീപർച്ചേസ് പ്ലാൻ എന്നുള്ളത്. അതുകൊണ്ട് റീപർച്ചേസ് നന്നായിട്ട് പഠിക്കുക, പ്രൊമോട്ട് ചെയ്യുക. പല പല ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ആളുകൾ തനിയെ വാങ്ങിച്ചോളും. അവർക്ക് വേണ്ടുന്ന അറിവുകൾ കൊടുക്കാൻ, നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് വ്യത്യാസം. ഇത് തിരിച്ചറിയുന്നില്ല പലരും എന്നുള്ളതാണ്. അതിന് ഒരു ദിവസം 1,26,000 രൂപയാണെങ്കിൽ നമുക്ക് ഒരു മാസം 37,80,000 രൂപ വരെ നമുക്ക് റീപർച്ചേസിലൂടെ വാങ്ങാനുള്ള ഒരു അവസരം ഇവിടെ കമ്പനി തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൽ തന്നെയാണ് ഇതിനകത്തും രണ്ടാമതൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പൊ ഇൻകം പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. 7. ഇപ്പൊ 37,80,000 രൂപ ഒരു മാസം വാങ്ങുകയാണെങ്കിൽ ഏകദേശം 9 ലക്ഷം രൂപ നമ്മുടെ മദർ പ്ലാനിലും കൂടെ വാങ്ങുകയാണെങ്കിൽ 37,9 46,80,000 രൂപ എന്ന് പറയുമ്പോൾ അല്ലേ, 47,00,000 അല്ലേ, ഒരു 50 ലക്ഷം രൂപയോളം ആവറേജ് മന്ത്ലി നേടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു നോളജ് ടീമിലേക്ക് പകർന്നു കൊടുക്കണം. ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും കിട്ടുന്ന കാര്യമല്ല ഈ പറയുന്നത്. വലിയ അവസരമുണ്ട്. ആ അവസരത്തിലേക്ക് നമുക്ക് നമ്മുടെ ടീമിനെ ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് നോളജ് പകർന്നുകൊണ്ട് സാധ്യതകൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ അല്ലെങ്കിൽ 5-6 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇൻകം ഗ്രാജുവലി കൂടാൻ തുടങ്ങും. ഒരു 1,57,000 രൂപ കിട്ടാൻ അല്ലേ, ഞാൻ ഒരു 1000 പ്രൊഡക്റ്റ് പോയാൽ മതി നമ്മുടെ ടീമിൽ. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 5.5 കോടി രൂപ ഒരു വർഷം കൊണ്ട് ടോട്ടൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഉള്ളതെന്ന് വിചാരിക്കണം. 5.5 കോടി രൂപ ഒരു വർഷം കൊണ്ട് നേടാം ഒരു ഐഡിയയിലൂടെ. ആലോചിച്ച് നോക്കണം, 5.5 കോടി രൂപ വേണ്ട, അതിന്റെ 50% നേടിയാൽ പോലും എത്രയുണ്ട് ഇല്ലേ, 3 കോടിയുടെ അടുത്തായി ഏകദേശം. 50% പണിയെടുത്ത് 25% ചെയ്താൽ അത്രയാവും അല്ലേ. 25% ചെയ്യുകയാണെങ്കിൽ അല്ലേ 1.5 കോടിയിൽ മുകളിലുണ്ടാവും. വേണ്ട, 10% ചെയ്താലും 55 ലക്ഷം രൂപ കിട്ടുമോ? 5.5 കോടിയുടെ 10% 55 ലക്ഷം രൂപ ഒരു വർഷം കിട്ടുമോ? ഞാൻ വളരെ ചുരുക്കി പറയാം കേട്ടോ. എന്റെ ലക്ഷ്യം അതൊന്നുമല്ല. എന്റെ ലക്ഷ്യം നേടുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇപ്പോഴും കാണുന്ന സ്വപ്നം 37,80,000 രൂപയുടെ ഒരു സ്ക്രീൻഷോട്ട്. മനസ്സിലായ? റീപർച്ചേസിൽ മാത്രം 37,80,000 രൂപയുടെ സ്ക്രീൻഷോട്ട് പ്ലസ് 9 ലക്ഷം, ഒരു 40-45 ലക്ഷം രൂപയുടെ സ്ക്രീൻഷോട്ട് എല്ലാ മാസവും 1-ാം തീയതി നമ്മളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ സ്വപ്നമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് വലിയൊരു സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കണം. നിങ്ങളൊരു 10% എങ്കിലും വർക്ക് ചെയ്താൽ 20% വർക്ക് ചെയ്താൽ 1 കോടി രൂപ കിട്ടില്ലേ ഒരു വർഷം? കിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് ഒന്നും കൂടി കുറച്ചും കൂടെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചാല് 1 കോടി രൂപ ഒരു വർഷം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്റെ സുഹൃത്തുക്കളെ. ഈ ഇൻകം പ്ലാൻ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് ലോകത്തില്ല, ഒരു കമ്പനിയും ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം റീപർച്ചേസിൽ എന്ന് പറഞ്ഞാൽ A to Z ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോവാ. ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോവാ. എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലൂടെ വാങ്ങും. അതിന് വരുമാനം കിട്ടണമെങ്കിൽ ആദ്യം നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ടീമില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് വരുമാനം ഉണ്ടാവില്ല. ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നല്ല വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ എല്ലാ ഗ്രൂപ്പിലേക്കും ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മാസം ഇന്ന് മുതൽ 30 വരെയുള്ള ഈ സെപ്റ്റംബർ മാസം നമുക്ക് റിക്രൂട്ട്മെന്റ് മന്ത് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. റിക്രൂട്ട്മെന്റ് മന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വന്ന ആളുകൾ അവിടെ ഇവിടെ മീറ്റിംഗ് കൂടലല്ല റിക്രൂട്ട്മെന്റ് മന്ത്. എല്ലാ പ്രോഗ്രാമിലും കണ്ട് അവിടെ കുറച്ച് ആളുകളുണ്ട്, അവർ സ്ഥിരമായിട്ടുള്ള ആളുകൾ. പുതിയ മുഖങ്ങളെ കാണുന്നില്ല. നമ്മൾ കൊണ്ടുവന്ന ആളുകൾക്കുള്ള നോളജ് കൊടുക്കണം. അതിന് പ്രോഗ്രാം സെന്ററുകൾ ഉണ്ടാകണം. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് ചെയ്യണം. താഴെ തട്ടിലേക്ക് ബോട്ടം ലെവലിലേക്ക് എല്ലാവരും ഇറങ്ങിയിട്ട് പുതിയ ആളുകളിലേക്ക് അവയർനെസ് കൊടുക്കണം. നിങ്ങൾ ടീമായിട്ട് ചെല്ലണം. അപ്പൊ ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം, ഞാൻ എന്റെ ജീനിയസിലും വിന്നറിലും ഞാൻ ഈ മാസം ഇത്ര ആളെ കൊണ്ടുവരും. ഓരോ ടീമും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമിന് 500, 1000, 300, 200 ഒക്കെ ഞാൻ ലീഡേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കാം നിങ്ങൾക്ക് എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ കൊണ്ടുവന്നതൊന്നല്ല, ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. വരുമാനമുണ്ട്. 2 പേരെ കൊണ്ടുവന്നാലൊന്നും വലിയ സ്ട്രോങ് വരുമാനത്തിലേക്ക് എത്തില്ല. നമ്മള് ഒരു ദിവസം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് 2 പേരെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയും പുതിയ റെഫറൽ നിങ്ങൾക്ക് എടുക്കുക. എത്ര പേരുണ്ട് അല്ലെ? ഏത് ടോപ്പ്, ഞാനിപ്പോ പുതിയ റെഫറൽ എടുത്തിട്ടുണ്ട്. 2 ആളെ ഇപ്പൊ ഞാൻ വെക്കാൻ വേണ്ടി പോവാ. പുതിയ 2 ലീഡേഴ്സിനാണ്. നിങ്ങൾ കണ്ടോ കളി? വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയാ 2 ലീഡേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വലിയ ടോപ്പ് ലീഡേഴ്സ്. അവരിപ്പോ ഈ ഓണം കഴിഞ്ഞ ഉടനെ സൈനപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. ഇതുപോലെ നിങ്ങൾ ഇറങ്ങണം ഫീൽഡിലേക്ക്. ഒരു 2 പേരെ കൊണ്ടുവരാം. 2 പേരെ കൊണ്ടുവന്നാൽ അവർ ഒരാഴ്ച കൊണ്ട് അവർക്ക് 2 പേരെ കൊണ്ടുവന്നൂടെ? ഒരാഴ്ച സമയം കൊടുക്കുക. ഇപ്പൊ 4 ആവില്ലേ? 3-ാമത്തെ ആഴ്ച 8 ആവില്ലേ? 4-ാമത്തെ ആഴ്ച 16 ആവില്ലേ? 2, 4, 8, 16. ഇത് ടോട്ടൽ കൂട്ടിയ 30 ആളുകൾ ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊണ്ടുവരാമല്ലോ. സത്യൻ സാർ ഇറങ്ങണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കണ്ട. നിങ്ങൾ ആ അടിച്ചിട്ട് അങ്ങോട്ട് കയറ്റി പുതിയ 2 ആളെ ഈ ഒരാഴ്ചക്കുള്ള സെറ്റ് അവരുടെ കൂടെ ചെന്നാൽ മതി. അവർക്ക് ഒരാഴ്ച സമയം കൊടുക്കും. അവർക്ക് 2 പേരെ സെറ്റ്. ഇതെല്ലാം സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണമെങ്കിൽ
30 പേരുടെ ടീമിനെ നിങ്ങൾക്ക് ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേണമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഏകദേശം 200ഓളം ആ പേര് കയറിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരാൾ വന്ന് നോക്കിപ്പോയിട്ടുണ്ട്, ഒരാൾ വരുന്നുണ്ട്, അവരുടെ സമയത്തിന് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആവറേജ് 200 ആൾ നോക്കിപ്പോകും, വരും, കാണുകയൊക്കെ ചെയ്തു. 200 പേര് ഇത് ചെയ്ത എത്ര പേരായി? 200 × 30 എത്രയായി? 6000 പേരായി. മനസ്സിലായ? 6000 പേരുടെ ഒരു പുതിയ ടീമിനെ നമ്മൾ വിചാരിച്ച മിനിമം ഇവിടെ സൃഷ്ടിക്കാം, ഒരു സംശയം വേണ്ട. ചിലപ്പോൾ അതിൽ കൂടുതലും വരും കേട്ടോ. ഞാൻ ചുരുക്കിയൊരു കണക്കാ പറഞ്ഞു. നമ്മൾ 200 പേരേ ഉള്ളൂ ഇവിടെ കേരളത്തില്. ഈ 200 പേര് മാത്രമാണ് കേരളത്തിലുള്ളത്. അല്ലല്ലോ, ഞാൻ ഇവിടെ വന്ന് 200 ആളുടെ കണക്കാ പറഞ്ഞത് അല്ലെ. എത്ര പേരുണ്ട് ആക്റ്റീവ് ലീഡേഴ്സ്? ഇവരെല്ലാം കൂടെ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയൊരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിക്കേണ്ടത് സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും എന്റെ ടീമിൽ പുതുതായിട്ട് ഒരു 30 പേരെങ്കിലും ഞാൻ കൊണ്ടുവരും. വേണ്ട, അതിന്റെ പകുതിയും കൊണ്ടുപോകും. മനസ്സിലായ? 15 പേര്, 10 പേരെങ്കിലും നിങ്ങൾ കൊണ്ടുപോകും ടീമിലൂടെ. നിങ്ങൾ ഒറ്റക്കല്ല പറഞ്ഞു. പുതിയ 2 റെഫറൽ എടുക്കണോ? എന്ത് കൊലക്കമ്പൽ ലീഡർ ആയാലും വേണ്ടില്ല, പുതിയ 2. ഞാൻ 2 റെഫറൽ എടുത്തു കഴിഞ്ഞു. എനിക്കിങ്ങനെ പോയാൽ പോരാ. എനിക്ക് ഈ പ്ലാൻ കൂടെ വന്നപ്പോ വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക, റീപർച്ചേസ് പ്ലാൻ വന്നപ്പോ. അതുകൊണ്ട് ഞാൻ പുതിയ ആളുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്, പുതിയ ആളുകളെ ദിവസം കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു ശബ്ദം ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഞാൻ ഈ 30-ാം തീയതി ആകുമ്പോഴേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമായിട്ട് ചർച്ച ചെയ്ത് എന്റെ ടീമിൽ, ഞങ്ങളുടെ ടീമിൽ ഇല്ലേ, ബയോ പില്ലേഴ്സ് വിളിക്കൽ എന്നോട് വാഗ്ദാനം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 100 പേരെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞാൻ ഒറ്റക്ക് 100 ആളെ കൊണ്ടുവരുന്ന ഒരു ലീഡർ പറഞ്ഞിട്ടുണ്ട്. ആ ലീഡറുടെ പേര് ഇപ്പൊ ഞാൻ പറയുന്നില്ല, ഭാവിയിൽ പറയും, അനൗൺസ് ചെയ്ത് കഴിയും. അദ്ദേഹം എത്ര പേരെ കൊണ്ടുവന്ന് നോക്കട്ടെ. അപ്പൊ ഈ രീതിയിൽ ഓരോ ടീം, അവർ 100 പറഞ്ഞപ്പോൾ ഞങ്ങൾ 200 പേരെ കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. 200 പേരെ കൊണ്ടുവരാൻ അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വെച്ച് അവർക്ക് ID കാർഡുകൾ കൊടുത്തുകൊണ്ട് എന്താണ് ഇൻഡസ്ട്രി, എന്താണ് പ്രൊഡക്റ്റ് അവരെ പഠിപ്പിക്കും നമ്മൾ. ഇതേ രീതിയിൽ ഓരോ ടീം ലീഡേഴ്സും തയ്യാറായാൽ മതി. സത്യൻ സാറിന്റെ ടീം 300 ആണ് പറഞ്ഞത്. ഇപ്പൊ എന്നെ വിളിച്ചവർ പറഞ്ഞിട്ട്, ഞങ്ങൾ സാറേ ഞങ്ങൾ ഒരു 500 ആക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 500 പേരെ ഞങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ അവർ ഭയങ്കര ഫോട്ടോസ്, അവരുടെ എല്ലാം ഫോട്ടോസ് ഗ്രൂപ്പിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുതുതായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേര്, സ്പോൺസറുടെ പേര്, പുതിയ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേര് വെച്ചിട്ട് നിങ്ങളുടെ ഒരു പിക്ക് ഇറക്കണം. എന്നിട്ട് അവരെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഒരു തമ്പ് പോലും അടിക്കില്ല, വലിയ ലീഡർമാരാ. മനസ്സിലായി? നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കൽ ഒരു തമ്പടിക്കലാണ്. അല്ലാണ്ട് അവരെ വിളിച്ചിട്ട് സംസാരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു തമ്പടിക്കണം. ഇതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അവരൊന്ന് അനുമോദിക്കണം, കൺഗ്രാജുലേറ്റ് ചെയ്യണം. അതുപോലും ചെയ്യാത്ത, വാട്സപ്പ് പോലും നോക്കാത്ത, എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണെന്നൊക്കെ ചില ലീഡർമാർ പറയുന്നത്. മാഗ്നറ്റൈസ്ഡ് വാട്ടർ നന്നായിട്ട് കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായ? ഞാനിങ്ങനെ പരുഷമായിട്ട് ചിലപ്പോൾ പറയും, സോറി. അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ നമുക്ക് ടീം ബേസിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ മാസം അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമം എന്ന് പറയും. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഒക്ടോബർ 1-ാം തീയതി വരുമാനം ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കാത്തതിൽ കൂടുതൽ വരുമാനം കിട്ടും ഇല്ലേ. ഇന്ന് ഞാൻ എന്റെ കോർ ലീഡേഴ്സിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ വരുമാനം എന്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് അയക്കണമെന്ന്. എല്ലാ മാസവും 1-ാം തീയതി നമ്മളിവിടെ കണക്കെടുക്കുക. എന്താണ് നിങ്ങളുടെ പുരോഗതി അറിയണ്ടേ? സക്കറിയ സാറേ അല്ലേ, റസാഖ് സാറേ, നിങ്ങൾ എന്ത് പുരോഗതി ഉണ്ട്? ഓരോ മാസം കഴിയുന്നതോടും നിങ്ങളുടെ സാമ്പത്തിക ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അതുകൊണ്ട് എല്ലാ മാസവും 1-ാം തീയതി പേഴ്സണലായിട്ട് എന്നോട് താല്പര്യമുള്ള ആളുകൾ അറിയിക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ ഗ്രോത്ത് എന്ന് അറിയാൻ വേണ്ടി. അത് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഗിഫ്റ്റും ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായ? അതുകൊണ്ട് അതെല്ലാം ഓരോ ടീം ബേസിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മാസവും 1-ാം തീയതി ഇല്ലേ, നമ്മളൊരു കച്ചവടം ചെയ്യാൻ നമ്മൾ കണക്കെടുക്കും. മൊത്തം വൈകുന്നേരം കൂട്ടിയിട്ട് ഒരു ലാഭമോ നഷ്ടമോ ഇല്ലേ. ഈ ഫുട്പാത്തിലൊക്കെ കച്ചവടം ചെയ്യുന്നവരൊക്കെ കാണാം. ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് ഭയങ്കര നഷ്ടമായി പോയി, ഇന്ന് മഴ പെയ്ത് എല്ലാം വേസ്റ്റ് ആയി പോയി ഇല്ലേ, പച്ചക്കറിയൊക്കെ ഉണങ്ങിപ്പോയി, ചീഞ്ഞു പോയി. മൊത്തം നോക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നഷ്ടം ഇത്ര, ലാഭം ഇത്ര. കറക്റ്റ് അല്ലേ? ഇതുപോലെ ഇതിന്റെ കണക്കുകൾ പരിശോധിക്കണം. ഇത് ഇങ്ങനെ പോയതിനെ കൊണ്ട് കാര്യമില്ല. എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾ കണക്ക് പരിശോധിക്കുക, എത്ര നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, ഇതിലൂടെ എത്ര വരുമാനം ഉണ്ടാക്കാൻ വേണം. അങ്ങനെ ഒരു ഗോളുകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു കണക്കെടുപ്പ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാസം റിക്രൂട്ട്മെന്റ് മന്ത്. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ ആണെന്ന് തമ്പടിച്ചേ. ഈ മാസം റിക്രൂട്ട്മെന്റ് മന്താണ്. ഈ ഒക്ടോബർ 1-ാം തീയതി വരുമ്പോഴേക്കും ഓരോരുത്തരുടെയും ടീമിൽ പുതിയ ആളുകളെ കൊണ്ട് നടക്കണം. കേരളത്തിൽ ഞാൻ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 10,000 പുതിയ എൻട്രി വരും. 10,000 പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സംശയവും വേണ്ട. ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി കഴിഞ്ഞു ഒരു 10,000 പേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോണ്ടല്ലോ, ഒക്ടോബറിൽ സാഗർ ജോഷി സാർ ഇങ്ങോട്ട് വരും. വലിയ ഹാളിലായിരിക്കും നമ്മുടെ പ്രോഗ്രാം. അങ്കമാലി അഡ്ലക്സ് പോലുള്ള വലിയ മെഗാ സെന്ററിലായിരിക്കും നമ്മുടെ ഒരു പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഒരു സംശയവും വേണ്ട. അതിനായിരിക്കണം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. തമ്മിലൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ബിൽഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഹ്യൂജ് ഇൻകത്തിലേക്ക് പറഞ്ഞ 100 കോടിയിലേക്കും 500 കോടിയിലേക്കും എത്താൻ സാധിക്കുള്ളൂ. മനസ്സിലായ? ഇതെല്ലാം വ്യക്തി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇല്ലേ.
ഇതൊന്നും കഥയല്ല പറയുന്നത്. വയനാട്ടിലെ കൂലിപ്പണിക്കാരന്റെ മകനായി ജനിച്ചിട്ടില്ല, അച്ഛനും അമ്മയും കൂലിപ്പണിക്കാർ, കപ്പയിടുന്ന തൊഴിൽ മലയോര മേഖലയിൽ പണിയെടുത്ത് വന്ന അഭിലാഷ് തോമസ് ഇന്ന് ആരാ? ഇന്ന് കോടാനുകോടീശ്വരനാണ്. സ്വന്തമായിട്ട് ഇല്ലേ ജെറ്റ് വരെയുള്ള ആളായി മാറിയിരിക്കുന്നു. വെറും സാധാരണക്കാരൻ. നമ്മൾ മനസ്സിലാക്കണം ഇല്ലേ? നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഷംസുദ്ദീൻ സാറ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ആ ഗവൺമെന്റ് ഉദ്യോഗം വലിച്ചെറിഞ്ഞുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരികയും ഡയറക്ട് സെല്ലിംഗിന്റെ ചേർത്ത് പിടിക്കുകയും അതിന്റെ മുന്നണി പോരാളികളായി മാറുകയും ചെയ്തപ്പോ ആയിരക്കണക്കിന് അച്ചീവേഴ്സിനെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം മൺമറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഇപ്പോഴും ആ കമ്പനിയിൽ നിന്ന് ഓരോ പ്രതിമാസവും നോമിനേഷൻ ഫെസിലിറ്റി എന്നുള്ള രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ലക്ഷക്കണക്കിന് രൂപ കാലശേഷവും നോമിനിക്ക് വരുമാനം കിട്ടുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രവർത്തിക്കുമ്പോൾ എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടോ? ചിലപ്പോ ടീം ഡെവലപ്പ് ആകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വരുമാനം നമ്മളെ കുടുംബത്തിന് കിട്ടും. അതുകൊണ്ട് കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് അടിയുറച്ചു നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം കുടുംബത്തിന്റെ സ്ഥിതി എന്താവും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സിനിമാ ഫീൽഡിലുള്ള ആളുകൾ പോലും പലരും മരിച്ചപ്പോ ഇന്ന് ആ കുടുംബം അനാഥമാണ്. അമ്മ എന്ന് പറയുന്ന സംഘടന ഓരോ മാസവും അവർക്ക് ചില ചാരിറ്റി പോലെ കൊടുത്തിട്ട് ജീവിക്കുന്ന എത്രയോ സിനിമാ മേഖലയിലുള്ള ആളുകളുണ്ട് ഇവിടെ. നമുക്കറിയാം അവരെ കുറിച്ച്. സെലിബ്രിറ്റീസ് ആയിരുന്നു ഒരു കാലത്ത്. നമ്മളെല്ലാം ചിരിപ്പിച്ച ആളുകളെല്ലാം കുടുംബം ഇന്ന് കരയുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. അവരിക്കൽ അമ്മ എന്ന് പറയുന്ന അവരുടെ സംഘടന ഓരോ മാസവും 5000 10,000 കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ട് ആ കുടുംബം. തിരിച്ചറിയണം ഇതിന്റെ പവർ ഡയറക്ട് സെല്ലിങ്ങിന്റെ. ഇന്നും ഷംസുദ്ദീൻ സാറിന്റെയും അതുപോലെ തന്നെ തൃശ്ശൂരിൽ അശോകൻ സാർ അല്ലേ, അശോകൻ സാറിന്റെയും വൈഫ് അല്ലേ, ഓരോ പ്രോഗ്രാമിലേക്ക് വരുമ്പോ അവർക്ക് ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയാണ് കാലശേഷവും നോമിനേഷൻ ഫെസിലിറ്റിയിലൂടെ കിട്ടുന്നത്. അന്ന് അവർ ചെയ്ത ആ പ്രവൃത്തിയുടെ മഹത്വമാണത്. ഇത് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും പേരക്കുട്ടികളെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ പ്ലാൻ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇതിന്റെ ഫ്യൂച്ചർ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. ഇപ്പൊ ഇൻകം പ്ലാൻ പഠിച്ചാലേ കൂടുതൽ ഇൻകം കിട്ടുള്ളൂ. പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം കൈവക്കി ഡെമോ കാണിച്ച് ഷുഗർ മാറി കൊളസ്ട്രോൾ മാറി എന്ന് പറഞ്ഞ് നടന്നാൽ വലിയൊരു ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. ചെറിയ ഇൻകങ്ങളൊക്കെ കിട്ടും. അത് വേണ്ടെന്നല്ല പറയുന്നത്. അതോടൊപ്പം കൃത്യമായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നും ഇതിന്റെ പ്രാധാന്യം എന്താണെന്നും ഇതിലൂടെ നമ്മുടെ തലമുറകൾക്ക് ഒരു ഫിനാൻഷ്യൽ പഠനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ബോധം നിങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടീമിന് സാധിക്കുമെങ്കിൽ യു ആർ ദ ടോപ്പ് അച്ചീവേഴ്സ്. ഒരു ഡൗട്ടും വേണ്ട ആ കാര്യത്തിൽ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ വരുമാനം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് തിരിച്ചറിയുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് നമ്പർ 1 കമ്പനിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ബയോട്ടോറിയം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ജോലിയാണ് വീണ്ടും തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഇല്ലേ, പലരുടെയും പ്രധാന വരുമാനം ജോലിയാണെങ്കിൽ ജോലിയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ സഞ്ചരിക്കുന്നത് ദാരിദ്ര്യത്തിലേക്കായിരിക്കും. എന്നുള്ളതാണ്. കാരണം ജോലിയെടുത്ത് ആരും ഇന്ന് വരെയും ഒരു സ്ഥലത്തും ഒരു കോടീശ്വരനായിട്ടില്ല. നിങ്ങൾ ജോലിയാണ് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്നെങ്കിൽ അവരുടെ യാത്ര ദാരിദ്ര്യത്തിലേക്ക് എന്നുള്ളതാണ്. നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ നിങ്ങളുടെ യാത്ര അതിസമ്പന്നതയിലേക്കാണ്. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. രണ്ടും 2 വഴിക്കാണ് ഇതിന്റെ യാത്ര. ഇവിടെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇന്ന് വന്നോ നാളെ കാശ് കിട്ടുന്ന ആരും പറയണ്ട. പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷെ പണിയെടുത്താൽ അതിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ടാവും എന്റെ പൊന്നു സുഹൃത്തുക്കളെ അല്ലെ. ഒരു മാവ് വെച്ചാൽ അത് കായ്ക്കാൻ കുറച്ച് സമയം എടുക്കും. കായ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് കായ്ച്ചുകൊണ്ടേയിരിക്കും. നല്ല മധുര കായ്കളിൽ നല്ല മാമ്പഴ നമുക്ക് തരുന്നത് പോലെ. മനസ്സിലായ? ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ നയിക്കുന്നത് അതിസമ്പന്നതയിലേക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി, ഒരു പ്രൊഫഷൻ എന്നുള്ളതിൽ അത് മാത്രമാണ് നിങ്ങൾക്ക് വരുമാനമുള്ളൂ എങ്കിൽ നിങ്ങൾ പോകുന്നത് ദാരിദ്ര്യത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഏത് വഴിയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. മനസ്സിലായ? നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ കാണും കുട്ടികളില്ലേ, നല്ല പഠിച്ച് ജോലിയില്ലാത്ത കുട്ടികൾ കാണും അല്ലേ. എല്ലാം കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞു, എംടെക് കഴിഞ്ഞു അല്ലെ, CA കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, LLB കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ജോലി ഇല്ലാതിരിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് വീടുകളിൽ കാണാൻ പറ്റും. ആ കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇതിന്റെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വലിയൊരു ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്താനും ഇതിന്റെ ഇൻകം പ്ലാനിലെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുകയാണെങ്കിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കൊണ്ട് വിജയിച്ച ഒത്തിരി ആളുണ്ട് അല്ലെ. മുബീൻ മുഹമ്മദ് ചങ്ങനാശ്ശേരിക്കാരൻ അല്ലെ, അദ്ദേഹം ഇന്ന് അമേരിക്കയിൽ പോലും വീട് കോടി രൂപയാണ് ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഒരു മാസം വരുമാനം. ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് മാത്രമാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ലീഡർ ഇവിടെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല വരുമാനം,
തന്റെ കൂടെ ചേർത്ത് പിടിച്ച് തന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന നിരവധി കുടുംബങ്ങളിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വേറൊരു തൊഴിൽ മേഖലയിലും ഇത്രയും വലിയ അവസരം കിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് തിരിച്ചറിയാ ഇതിന്റെ പ്ലാൻ, ഇതിന്റെ മഹത്വം തിരിച്ചറിയാ. നമുക്ക് വിജയിക്കണം എന്നൊരു മനോഭാവത്തോടു കൂടിയിട്ട് ടീമിനെ വളർത്തിയെടുക്കുക. ടീമില്ലാതെ ഒരിക്കലും സക്സസിലേക്ക് എത്തില്ല. ഇവിടെ നല്ലൊരു ടീമിനെ ഫോക്കസ് ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുക, അവർക്ക് ആവേശം കൊടുക്കുക, അവർക്ക് നോളജ് കൊടുക്കുക. അവരുടെ ചില പ്രയാസങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാകണം. അവരോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാൻ സാധിക്കണം. നമ്മളെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മളെ ടീമിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ വേണ്ടി സാധിക്കണം. മനുഷ്യരാണ്, പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ ചേർത്ത് പിടിച്ചു നിന്നുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി അവരോട് സംസാരിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കാതെ അവരോട് പിന്നെ വൈകുന്നേരമാകുമ്പോഴെങ്കിലും അവരെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോകാനുള്ള വലിയ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഭാവിയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇല്ലേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നേതാക്കന്മാരെ കുറിച്ച് ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ഭാവിയിൽ ഇൻ ഫ്യൂച്ചറിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ലേ, നമ്മൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇല്ലേ, നമ്മുടെ ലുലു മാളിന്റെ ഉടമ ഇല്ലേ, ബഹുമാനപ്പെട്ട യൂസഫ് സലി സാർ, അദ്ദേഹത്തെ അറിയാത്ത കൊച്ചു കുട്ടികളുടെ പോലും കേരളത്തിൽ ഇല്ല അല്ലെ. അദ്ദേഹം വെറും സാധാരണക്കാരൻ ഇല്ലേ. വിദേശത്തേക്ക് പോയത് പോലും ഊരിൽ കയറിയിട്ടാ പോയത്. അന്ന് ഫ്ലൈറ്റിൽ പോയാലുള്ള കാശില്ലാത്തതുകൊണ്ട് ഊരിൽ കയറി പോയിട്ട് അവിടെ പോയിട്ട് കച്ചവടത്ത് കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇന്ന് ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മാളില്ലാത്ത രാജ്യമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൈ തിങ്കിങ് ആണ്, ടോപ്പ് തിങ്കിങ് ആണ്, ഉയർന്ന സ്വപ്നങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു അല്ലെ, ത്യാഗം അനുഭവിക്കണം. അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് ഇവിടുന്ന് പോയിട്ട് 3 വർഷത്തേക്ക് തിരിച്ചിങ്ങോട്ട് വന്നില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 3 വർഷം തിരിച്ച് ഭാര്യ അടുത്തേക്ക് വരാതെ ഭാര്യ ഇവിടെ ആക്കിക്കൊണ്ട് കത്തെഴുതുന്ന സമ്പ്രദായമാണെന്ന്. ഫോണൊന്നുമില്ല. ഈ കത്തുകളിലൂടെ മാത്രം അവർ ആശയവിനിമയം നടത്തിക്കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആലോചിച്ച് നോക്കണം. ആ കഷ്ടപ്പാടിന്റെ എല്ലാം വേദനയുടെ എല്ലാം അല്ലെ റിസൾട്ടാണ് ദൈവം തമ്പുരാൻ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ലോകം അറിയപ്പെടുന്ന ഒരു വ്യവസായിയായി വെറും സാധാരണക്കാരന് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങളാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എടുത്ത തീരുമാനങ്ങളാണ്. ഇത് ട്രഡീഷണൽ ബിസിനസ്, ഇത് ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ വേറെയാണ്. അതിന്റെ 10,000 മടങ്ങ് പവറുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾക്ക് അത്രയൊന്നും വേണ്ടി വരില്ല വിജയിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ 10-1 100-1 നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ അറിയപ്പെടുന്ന ഡയറക്ട് സെല്ലിംഗ് ലീഡേഴ്സ് ആയിട്ട് നിങ്ങളുടെ പേരുകളും ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഒരു സംശയം വേണ്ട. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാണ്. ഇത് വളർന്നു കഴിയുമ്പോൾ ഭാവിയിൽ ഇവിടെ രേഖപ്പെടുത്തും. ഡയറക്ട് സെല്ലിങ്ങിലൂടെ വിജയിച്ച ആളുകളുടെ പുസ്തകങ്ങൾ ഇവിടെ ഇറക്കും ആളുകൾ. മനസ്സിലായ? ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളിൽ പാഠ്യ വിഷയമാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിന്ന് നമ്മുടെ എന്താ പറയുക, ഡിഗ്രി കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, PhD വരെയുണ്ട്. അങ്ങനെ ആ കുട്ടികൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഈ ഡയറക്ട് സെല്ലിംഗിൽ വിജയിച്ച ആളുകളുടെ പേരും ചരിത്രവും രേഖപ്പെടുത്തുന്ന സമയം അതിവിദൂരമല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, എനിക്കും വലിയൊരു അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് മാറണം അല്ലെ, ഒരു അച്ചീവറായിട്ട് മാറണമെന്ന് നിങ്ങൾ ഇന്നിവിടെ തീരുമാനിക്കുകയാണെങ്കിൽ വലിയ വിപ്ലവം ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്കും സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും, നിങ്ങളെ നോമിനിക്കും സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് എന്റെ സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ഇൻകം പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അപ്ലൈ ലീഡേഴ്സ് ആയിട്ട് ഇന്ന് തന്നെ ഇരുന്ന് ഒന്നും കൂടി അത് പഠിക്കാൻ തയ്യാറാകുക, ടീമിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ആവേശത്തോടെ പോകുവാനും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻഡസ്ട്രി ലീഗലാണെന്നും ഇതിന് സാധ്യതയുണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് കാണാനും ചേർത്ത് പിടിക്കാനും അവരെല്ലാം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും ധൈര്യവും എല്ലാം നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓണക്കോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ദിവസമാണ്. എല്ലാവരും ഇപ്പൊ മാർക്കറ്റിലാണ്, പലതരം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുടുംബസമേതം സഞ്ചരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി തിരുവോണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അടുത്ത എന്റെ ഈ മുഖം നോക്കിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇല്ലേ. വലിയ കോടാനുകോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ 5.5 കോടി ഉണ്ട് ഒരു ഐഡിയിൽ ഇല്ലേ. 3 ID ഉണ്ടെങ്കിൽ 15-16 കോടി രൂപ അല്ലെ നേടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത തിരുവോണമാകുമ്പോഴേക്കെല്ലാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിറയെ കാശുണ്ടാവും, സമൃദ്ധി ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. എപ്പോഴും നിങ്ങൾക്ക് തിരുവോണമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുവോണാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് 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 ഈവാട്ടോറിയം.